നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ 10 മൊഡ്യൂളും ഈ കഴിഞ്ഞ 20 ദിവസം ഒരുപാട് കാലാവസ്ഥാ പ്രതിസന്ധികൾ പല സ്ഥലങ്ങളിൽ ഇന്നും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ്. തിരുവനന്തപുരത്തും രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ തുറന്നിട്ടില്ല. ശക്തമായ മഴ പെയ്യുകയാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രതികൂല കാലാവസ്ഥകൾക്കിടയിലും സിമാറ്റ് കേരള സംഘടിപ്പിച്ച ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ കഴിഞ്ഞ 20 ദിവസവും വളരെ സജീവമായി പങ്കെടുക്കുകയും ബോധനശാസ്ത്രപരമായ നേതൃത്വം എന്ന വിഷയത്തിൽ തുടങ്ങി എൻ്റെ മാതൃകാ വിദ്യാലയം വരെയുള്ള 10 മൊഡ്യൂളും ഈ 2 ദിവസം വീതം 20 ദിവസം നമ്മൾ വളരെ സജീവമായി ചർച്ച ചെയ്ത് പല അഭിപ്രായങ്ങളിൽ എത്തിച്ചേർന്ന് പുതിയ ആശയങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സിമാറ്റിന് ഇതിൽ പറയാനുള്ളത് ഒരിക്കലും നമുക്കൊരു 100% സക്സസ് ഒന്നിനും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളത് പോലെ ഈ ഓൺലൈൻ പ്രോഗ്രാം 100% സക്സസ് ആണ് എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഈ 20 ദിവസത്തെ പ്രോഗ്രാം ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സാധ്യത കുറവാണെങ്കിലും ഈ 20 ദിവസത്തെ കഴിഞ്ഞ 20 ദിവസം നമ്മൾ അനുഭവിച്ച, ഇന്നുകൂടെ കൂട്ടി 21 ദിവസം നമ്മൾ അനുഭവിച്ച ഈ ഓൺലൈൻ പ്രോഗ്രാം ഒരു കരിയർ മാസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു അക്കാഡമിക് തലവും അതുപോലെ തന്നെ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും എത്രത്തോളം വളർത്താൻ സഹായകമായി എന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ കൺസീവ് ചെയ്തതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ തരത്തിലുള്ള കൂടുതൽ കുറവുകളും എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള ഒരു പൊതുവേദിയാണ് സിമാറ്റ് ഈ 21ാമത്തെ ദിവസത്തിൽ ഒരുക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിലേക്ക് സിമാറ്റ് കേരളയുടെ ആദരണീയനായ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയപ്രകാശ് സാറുണ്ട്. അതുപോലെ തന്നെ സിമാറ്റ് കേരളയുടെ അക്കാഡമിക് ചീഫ് കോർഡിനേറ്റർ ശ്രീ സുരേഷ് ബാബു സാറുണ്ട്. അക്കാഡമിക് കോർഡിനേറ്റർ ഡോക്ടർ അനന്തകുമാർ ഉണ്ട്. അതുപോലെ VHSCയിൽ നിന്ന് അഡീഷണൽ ഡയറക്ടർ നമ്മോടൊപ്പം ഉണ്ട്. VHSCയിൽ നിന്ന് തന്നെ മറ്റ് പ്രമുഖ വ്യക്തികൾ നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ ഡെപ്യൂട്ടി ഡയറക്ടർ സാർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഏറെ ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമായി പങ്കെടുക്കുന്ന ഏകദേശം 300ഓളം വരുന്ന കരിയർ മാസ്റ്റർമാരെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജയപ്രകാശ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ നമസ്കാരം. സാർ ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു ഈ ഫൈനൽ ഡേയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഒന്ന്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം വളരെ ദീർഘമായി ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കൊണ്ട് പരമാവധി ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവസരം വേദി ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ദീർഘമായി ഒരുപാട് വാചാലമായി സംസാരിക്കേണ്ടതില്ല. ചുരുക്കമായി ക്ലിപ്തമായിട്ട് സംസാരിക്കുക. കൃത്യമായിട്ട് ഈ പരിശീലനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം ബഹുമാനപ്പെട്ട സിമാറ്റ് കേരള ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് സാർ നിങ്ങളോട് സംസാരിക്കും. അതുപോലെ തന്നെ VHSCയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ സാർ നിങ്ങളോട് സംസാരിക്കും. എല്ലാ പ്രമുഖ വ്യക്തികളും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളിലേക്കാണ്. ജയപ്രകാശ് സാർ തുടങ്ങാമല്ലോ. ഡോക്ടർ ആനന്ദ് സാർ ജോയിൻ ചെയ്ത്. ആനന്ദ് സാർ. ഡോക്ടർ സോണി കേൾക്കാമോ? സാർ ജോയിൻ ചെയ്തിട്ടില്ലേ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം സാറിനെ. സാർ ജോയിൻ ചെയ്തിട്ടില്ലെന്നാണ്. അഭിപ്രായങ്ങൾ തുടങ്ങാം. അവര് സംസാരിക്കട്ടെ. സുരേഷ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഉബൈദുള്ള സാറുണ്ട്, സന്തോഷ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡയറക്ടറെ വിളിച്ചു നോക്കാം. തുടങ്ങിക്കോ, അവരുടെ അഭിപ്രായം കേട്ട് തുടങ്ങാം സാർ. ഓക്കെ, പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിച്ച് ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് ബഹുമാനപ്പെട്ട ഉബൈദുള്ള സാറും
എല്ലാവരും നമ്മുടെ ഓൺലൈനിലുണ്ട്. അവർ നമ്മോട് സംസാരിക്കുന്നതാണ്, ഡയറക്ടർ നമ്മൾ സംസാരിക്കുന്നതാണ്. ഓരോരുത്തർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അഭിപ്രായം പറയാം. ഒരുപാട് ദീർഘമായി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. സാർ, അത് ഓരോ ജില്ല അവിടുന്ന് വിളിക്കുന്നാവും കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നാവും നല്ലത്. അങ്ങനെ വേണ്ട സാർ, അങ്ങനെ വേണ്ട. എല്ലാവർക്കും അഭിപ്രായം പറയാം. അങ്ങനെ ജില്ലാ ബേസ് ഇങ്ങനെ പറയണമെന്നില്ല, കുഴപ്പമില്ല. ഓവർലാപ്പിംഗ് ഉണ്ടാവും ചിലപ്പോ. അത് കുഴപ്പമില്ല, നമ്മൾ ശ്രദ്ധിച്ചോണ്ടാ മതി. ഒരാൾ പറയുന്ന അഭിപ്രായം അതേ അഭിപ്രായം തന്നെ പറയാതിരിക്കാൻ. അരുൺ സാർ എങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതിയോ? ജസ്റ്റ് എങ്ങനെയാണ് സാർ? ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ അനുഭവം, ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. പരിചയപ്പെടുത്തുക. ഏത് ജില്ലയാണ്, പേര്, സ്കൂള്, ജില്ല ഒന്ന് പരിചയപ്പെടുത്തി പറയാം. ഓക്കെ സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. ഞാൻ രജിത ടീച്ചർ ഫ്രം പത്രിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പറയൂ ടീച്ചർ, കേൾക്കുന്നുണ്ട്. ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചാൽ നല്ല ട്രെയിനിങ് ആയിരുന്നു. പലതും ഓപ്പൺ ഡിസ്കഷൻസ് ആയിരുന്നു. കുറേയൊക്കെ ഇമ്പ്രൂവ്മെന്റ്, പോസിറ്റീവായിട്ട് കുറെ ചേഞ്ചുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ട്രെയിനിങ്. ഇനി ഇത് പ്രാവർത്തികമാകുമ്പോഴാണ് അതിന്റെ ഒരു ലക്ഷ്യം സഫലമാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ. 21 ദിവസം കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിൽ 1-2 ദിവസം എനിക്ക് അത് നന്നായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട്. ബാക്കി ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു സർ. ഇത്രയേ ഉള്ളൂ. ഹലോ സാർ. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. സാർ, രാമൻ, പാലക്കാടാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാടാണ്. സാർ, ആദ്യം എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ആദ്യം 2 ദിവസം ഇത് വേണ്ടായിരുന്നു മനസ്സറിഞ്ഞ് പറയാണ്. ഇത് എന്തിനാണ് ഈ ട്രെയിനിങ്, ഈ ഓൺലൈനിൽ കൂടെ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഈ ഇവിടുത്തെ വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയതാ സാർ. അത് സത്യത്തിൽ എനിക്ക് തോന്നിയത് തന്നെയാണ്. പക്ഷെ ക്ലാസ്സുകൾ ഇങ്ങനെ ഓരോ RPമാർ ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ നമുക്കിനെ മനസ്സിലൊരു നല്ലൊരു അഭിപ്രായം തോന്നുന്നു. നമ്മൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ജോലിയോട് ഒരു ഇത് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്. അതുപോലെ എന്നൊന്ന് പറയുകയാണെങ്കിൽ ടൈം കീപ്പ് ചെയ്തു സാർ. അതാണ് വലിയൊരു ഇത്. 7:30 ഒക്കെ 7:25 ആകുമ്പോൾ അത് കയറണം ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു തോന്നൽ വന്നു പോയി. ബാക്കിയുള്ള പരിപാടി എല്ലാം നിർത്തിയിട്ട് ഇതിലേക്കൊന്ന് കയറുന്ന ശ്രദ്ധ ഇതിലേക്ക് മാറിപ്പോയി. 10-20 ദിവസമായിട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നാം. ഇപ്പൊ നാളെ ഇന്നോടെ കഴിയുകയല്ലേ, അപ്പൊ നാളെ ടൈം ചേഞ്ച് ആകും. അപ്പൊ ആ ഒരു പഞ്ച്വാലിറ്റി പോലെ അങ്ങനെ ഒരു കീപ്പ് ചെയ്യുന്ന ഒരു ഇത് തോന്നി. അതുപോലെ എല്ലാം നല്ല പരിപാടിയായിരുന്നു. എല്ലാ RPമാരും നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എൻ്റെ പേര് സിജിൻ എന്നാണ്. ഞാൻ വൈക്കത്തെ SMSN VHSലെ കരിയർ മാസ്റ്ററാണ്. ഞാൻ അവിടുത്തെ നോൺ വൊക്കേഷണൽ ടീച്ചറും കൂടിയാണ്, കൊമേഴ്സിൻ്റെ. എന്നെ സംബന്ധിച്ചാൽ 21 ദിവസത്തെ ഈ ക്ലാസ്സുകൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ ക്ലാസ് ഒന്നിനൊന്ന് ബദലായിരുന്നു, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ക്ലാസ്സുകളായിരുന്നു. പ്രത്യേകിച്ച് ആ വിധു സാറിന്റെ ക്ലാസ് ഇന്ററാക്ഷൻ വളരെ കുറവാണെങ്കിലും നമ്മളെ ആ 2 മണിക്കൂർ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് അതിനുവേണ്ടി ടൈം മാറ്റി വയ്ക്കാം. സാധാരണ ക്ലാസ്സിൽ നിന്നൊക്കെ വന്നിട്ട് 2 മണിക്കൂർ ഫാമിലിയുടെ കൂടെ ഒക്കെ ഇരിക്കുന്ന സമയം നമ്മൾ ഇതിനകത്തേക്ക് മാറുമ്പോൾ 1-2 ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇതിനകത്തേക്ക് വരാനുള്ള ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഈ ക്ലാസ്സിന് സാധിച്ചു. ഇതൊരു ഓൺലൈൻ ക്ലാസ് ആയിട്ട് പോലും ഇത്രയും ഭംഗിയായ രീതിയിൽ കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ എത്ര മെച്ചപ്പെട്ടേനെ, എത്ര ഭംഗിയായതിനെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം ഓരോ ആൾക്കാർക്ക്, ഈച്ച് ആൻഡ് എവരി ആൾക്കാർക്ക് ഇത് വളരെ പ്രയോജനപ്പെട്ടുണ്ടാവും. ഞാൻ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളാണ്. ഞാൻ ഓൾമോസ്റ്റ് 6 years ആയിട്ടുള്ളൂ ഇവിടെ ഒരു ടീച്ചറായിട്ട് കയറി, നോൺ വൊക്കേഷണൽ ടീച്ചറായിട്ട് കയറിയിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ആരാണ്, അവരെ നമ്മളെ എത്രമാത്രം നമുക്ക് അവരെ സ്വാധീനിക്കാൻ സാധിക്കും എന്നൊക്കെ ഈ ഒരു സെഷൻ കൊണ്ട് മനസ്സിലായി. സ്കൂളിൻ്റെ കരിയർ മാസ്റ്ററിൻ്റെ ഡ്യൂട്ടി എന്താണ്. വളരെ വളരെ നല്ലൊരു സെഷനായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു വെരി മച്ച് ഇങ്ങനെ നല്ലൊരു സെഷൻ ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു സാർ.
സാറേ എല്ലാവർക്കും അവസരം കിട്ടണം. ജസ്റ്റ് ഒറ്റ ഒരു കാര്യം മാത്രം പറയാം സാറേ. നമ്മൾ സീമ ട്രെയിനിങ് ദിവസങ്ങൾ കൂട്ടിയാൽ 4 ദിവസം ട്രെയിനിങ് കൊടുക്കുന്നത് കുറച്ചും കൂടെ ദിവസം ഡേയ്സ് ഒന്ന് കൂട്ടിയാൽ കൊള്ളാൻ തോന്നുന്നു സാർ. ഓഫ്ലൈൻ കൂടി ആകുന്നു തോന്നുന്നു. എന്റെ സജഷൻ ആണ്. ഓക്കെ സാർ, താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഗോപകുമാർ സാറിന്റെ മൈക്ക് കറക്റ്റ് അല്ല സാർ, അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് സംസാരിക്കും ഗോപകുമാർ സാർ. മറ്റൊരാൾ പറഞ്ഞു. ക്ലിയർ അല്ലേ സാറേ? ഇപ്പൊ ക്ലിയർ ആണ് സാർ, പറഞ്ഞു. ഓക്കെ. CPFSL ഓൺലൈൻ പ്രോഗ്രാം എന്നറിഞ്ഞപ്പോൾ ഇത്രമാത്രം നല്ല രീതിയിൽ നടക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഓൺലൈൻ അല്ലേ, അത് ഇങ്ങനെ ആയിരിക്കുന്ന വിചാരിച്ചത്. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് നല്ല രീതിയിൽ CPFL ക്ലാസ് വളരെ നല്ല രീതിയിലാണ് നടന്നത്. അതിൽ വളരെയധികം സന്തോഷവാനാണ്. 25 ദിവസത്തെ CPFL ക്ലാസ് ഒരു സ്കൂളിലെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്ന് ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. അതിൽ 4 ദിവസം ഓഫ്ലൈൻ ആയിരുന്നു, ബാക്കി 21 ദിവസം ബോധന ശാസ്ത്രം മുതൽ ഐഡിയൽ സ്കൂൾ വരെ വളരെ നല്ല രീതിയിൽ എല്ലാ ക്ലാസ്സും വളരെ നല്ലതായിരുന്നു. എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യാനും സാധിച്ചു. ആദ്യം തന്നെ സിമാറ്റിനൊരു ബിഗ് സല്യൂട്ട്. കൃത്യസമയത്ത് തന്നെ ക്ലാസ് തുടങ്ങുകയും നല്ല ട്രെയിനേഴ്സിനെ തന്നെ ക്ലാസ്സിന് ഉപയോഗിക്കുകയും ചെയ്തു. കൃത്യസമയത്ത് അവസാനിക്കുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഈ ക്ലാസ്സിന് വളരെയധികം കാര്യങ്ങൾ ഈ കോഴ്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അത് സ്കൂളിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഉപകരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. സിമാറ്റിൻ്റെ പ്രൊഫഷണലിസം ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലും കാണാൻ സാധിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. ഹലോ, സംസാരിക്കാലോ സാറേ? പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ജോബി സാർ പറഞ്ഞു. സാറേ, എന്റെ പേര് ജോബി എൽ ബാബു. ഞാൻ നോൺ വൊക്കേഷണൽ ടീച്ചർ കോമേഴ്സ് ആണ്. സ്കൂള് BNB VHS തിരുവല്ല, തിരുവനന്തപുരത്തെ സ്കൂളാണ്. അപ്പോൾ ഞാൻ പറയുന്ന വെച്ചാൽ 21 ദിവസത്തെ ട്രെയിനിങ്ങിനും 21 ദിവസവും പങ്കെടുക്കാൻ പറ്റി എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റുമെന്ന് 1-2 കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച എല്ലാ കാര്യങ്ങളും അതിന്റെ മുറയ്ക്ക് നടക്കാനും ക്ലാസ്സുകളൊന്നും മുടക്കം കൂടാതെ അറ്റൻഡ് ചെയ്യാനും പറ്റി. അതില് 1-2 സെക്ഷൻസ് എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, ഏറ്റവും അവസാനത്തെ ദിവസത്തുണ്ടായിരുന്ന 20-ാം ദിവസത്തെ ഒരു സെക്ഷനായിരുന്ന മാതൃകാ വിദ്യാലയം. 2 സെക്ഷനായിട്ടായിരുന്നു. മാതൃകാ വിദ്യാലയവും സന്തോഷ വിദ്യാലയവും. അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ME ഗംഗാധരൻ സാറിന്റെ വിഭവ മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസ് വളരെ ഉപയോഗപ്പെട്ടു. പിന്നെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ, അത് എടുത്തു പറയേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത്, അതിന്റെ എൻഡിറ്റി ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഡോക്ടർ രാമേന്ദ്രൻ സാറ് വ്യക്തമാക്കി. അത് വളരെ ഉപയോഗപ്പെട്ടു. അതേപോലെ തന്നെ സ്കൂളിന്റെ ഗുണഭോക്തൃമായി സുദൃഢബന്ധം സ്ഥാപിക്കൽ, ബിൽഡിംഗ് പോസിറ്റീവ് റിലേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ, ശ്രീ വൈശാഖ് സാറിന്റെ ക്ലാസ്, അതും വളരെയധികം എന്നെ സ്വാധീനിച്ചൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ കുട്ടികളിലെ വൈവിധ്യം തിരിച്ചറിഞ്ഞുള്ള ഇടപെടൽ, VK സാനു സാറിന്റെ ക്ലാസ്. പിന്നെ ആദ്യത്തെ ഓപ്പണിംഗ് ഡേയിലുള്ള 2 ക്ലാസ്സുകൾ, ബോധനശാസ്ത്രപരമായ നേതൃത്വം, അത് 2ാമത്തെ ദിവസത്തെ ക്ലാസ് എടുത്ത M തമ്പാൻ സാറിന്റെ ക്ലാസ്സും വളരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ 20 ദിവസത്തെ ക്ലാസ്സുകളും 20 ദിവസത്തെ ആർപിമാരും വളരെ എഫിഷ്യന്റ് ആയിരുന്നു. എങ്കിലും ഇത്രയും പേരുടെ കാര്യങ്ങളൊന്നും എടുത്തു പറയണമെന്ന് തോന്നി. എല്ലാ സെക്ഷൻസും വളരെ മനോഹരമായിരുന്നു. നല്ല രീതിയിൽ ക്രമീകരിച്ച സിമാറ്റ് കേരളയ്ക്ക് എന്റെ അഭിനന്ദനങ്ങൾ അനുഭവിക്കുന്നു സാറേ. താങ്ക് യു. ഹലോ സാർ. ഹലോ സാർ, ഞാൻ സ്മിത ടീച്ചറാണ്. മലപ്പുറം ജില്ലയിലെ SHM GVHSS എടവണ്ണയിൽ നിന്ന്. സാർ പറഞ്ഞോട്ടെ, കേൾക്കാവല്ലോ അല്ലേ? ഓക്കെ സാർ. 21 ദിവസത്തെ ഈ ഓൺലൈൻ പ്രോഗ്രാം ഒരുപാട് നമുക്ക് പല ഇൻഫോർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരുപാട് ആദ്യം വളരെ ആശങ്കയായിരുന്നു. കാരണം 21 ദിവസം നമുക്ക് ഈ സമയത്ത് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, സ്കൂൾ ടൈം കഴിഞ്ഞ് വന്ന് ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇത് പിന്നെ ലാസ്റ്റിലേക്ക് ആയപ്പോഴേക്കും നമുക്ക് അതിങ്ങനെ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ആ 7:30 മുമ്പിൽ ഇരുന്ന് വളരെ ശ്രദ്ധയോപൂർവം ഈ ഒരു
പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സെഷൻ വിട്ടുപോവാതെ കേൾക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് ഈ നമുക്ക് മൊത്തം കരിയർ മാസ്റ്റേഴ്സിന്റെ അനുഭവം പങ്കുവെക്കൽ, അതൊരു വല്ലാത്തൊരു ഇത്രയും കൂടുതൽ ആളുകൾ ഒന്നിച്ച് നമുക്കൊരു ക്ലാസ്സിൽ ഒരു പക്ഷേ ഇത് അനുഭവം ഉണ്ടാവില്ല. ഇത്രയും കൂടുതൽ 100-200 പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യായിരുന്നു. അത് ശരിക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ ഓരോ സെഷൻസും പലതും നമുക്ക് ഒരു ഏവറേജ് സെഷനും ഉണ്ട്, ഒരുപാട് നല്ല സെഷൻസും ഉണ്ട്, ഞാൻ കൃത്യമായി ഫീഡ്ബാക്കിൽ പറയാം. പക്ഷെ പലതും വളരെ ഇൻഫോർമേറ്റീവ്, നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ നല്ലൊരു എന്താ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് സാർ പറയാനുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ കല്ലിശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ്. എൻ്റെ പേര് ബിനുരാജ് എന്നാണ്. സാറേ, 21 ദിവസം ഈ ക്ലാസ് സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ ദിവസവും പങ്കെടുക്കണമെന്ന് എനിക്ക് തന്നെ ഒരു എതിരായിരുന്നു. പൊതുവെ ഇത്രയും ദിവസം എന്തിനാണ് ഈ ക്ലാസ് നടത്തുന്ന ഒരു തോന്നലായിരുന്നു. എങ്കിൽ കൂടി ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഇത് കേൾക്കണമെന്നുള്ളൊരു ഒരു ടെൻഡൻസിയിലേക്ക് നമുക്ക് വന്നു. വൈകുന്നേരം 7:30 ആകുമ്പം 7 മുതൽ 9:30 വരെയുള്ള സമയത്ത് ഇത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയ ഒരു തോന്നലുണ്ടായി. തീർച്ചയായിട്ടും പല ക്ലാസ്സുകളും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറേ ആൾക്കാരുടെ ക്ലാസ്സുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. എടുത്തു പറഞ്ഞാൽ ഈ അജിത് സാറിൻ്റെയും വൈശാഖ് സാറിൻ്റെയും വിധു സാറിൻ്റെയും മഹേഷ് സാറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. വീണ്ടും ഇതേ രീതിയിലുള്ള പ്രോഗ്രാമായിട്ട് സീമാറ്റ് മുന്നോട്ട് വരട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക്സ് സാർ. ഹലോ സാർ. സാർ, എൻ്റെ പേര് സന്തോഷ്, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപ്പളശ്ശേരി, പാലക്കാട്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ക്ലാസ്സുകൾ. ഓരോ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ക്ലാസ്സുകൾ തന്നെയാണ്. നമ്മളുടെ വ്യക്തിത്വ വികസനവും അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് അവരെ ശരിക്കും അവരുടെ കരിയർ മാത്രമല്ല അവരുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള അറിവുകൾ തന്നൊരു ക്ലാസ്സാണിത്. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇത്ര 21 ദിവസത്തെ ക്ലാസ് ഗംഭീരം എന്ന് പറയാം. എന്നിരുന്നാലും ഇനിയുള്ളൊരു ക്ലാസ് ഞങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് തരികയാണെങ്കിൽ വളരെ സന്തോഷം. എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാനും കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നൽകുവാനും അത് ഗുണപ്രദമായിരിക്കും സാർ. താങ്ക് യു. ഹലോ സാർ, എൻ്റെ പേര് സജീവ്. ഞാൻ കൊല്ലം ജില്ലയിലെ പുന്നല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 21 ദിവസത്തെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് ഫലപ്രദമാകും, ഇത്രയും ദിവസമൊക്കെ എങ്ങനെ നമുക്കത് ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഈ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അപ്പൊ അതിനെയൊക്കെ അത്തരം ചിന്തകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് ആയിരുന്നു ഇത് എന്ന് ഉറപ്പായിട്ട് പറയാം. ഇപ്പൊ ഓരോ ട്രെയിനിങ്ങുകളും നമുക്ക് എങ്ങനെ ഏത് രീതിയിലാണ് മാറ്റം വരുത്തിയതെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ ചിന്തകളെയും ധാരണകളെയൊക്കെ ഒരു പരിധിവരെ ഒരു മാറ്റം വരുത്താൻ ഇത്തരം ട്രെയിനിങ്ങുകൾ സാധിച്ചു എന്നുള്ളതാണ്. അതായത് മൊത്തത്തില് നമ്മുടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ ഒക്കെ ഈ ട്രെയിനിങ് ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ അതില് ഇതിപ്പോ പ്രിൻസിപ്പൽമാർക്കുള്ള ഒരു ട്രെയിനിങ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിനെ എങ്ങനെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നുള്ളത് ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാകും. അതായത് ഇപ്പോ നമ്മുടെ സ്കൂളിലെ ഈ സാഹചര്യങ്ങളെ പരിമിതികൾ ഇപ്പോ ഗവൺമെന്റിന്റെ ഒക്കെ സഹായത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ ഒരുപാട് പുറത്തുള്ള ഏജൻസികളെയൊക്കെ സമീപിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സ്കൂളിനെ ഒരു മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഈ ക്ലാസ്സിൽ നിന്നുണ്ടായി. നല്ല ഇന്ററാക്ടിങ് സെക്ഷൻ ആയിരുന്നു. ഇപ്പൊ ഇത്തരത്തിലൊരു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാല് അത് അത്രയും ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടതാണ്. കൃത്യസമയത്തിന് തുടങ്ങി കൃത്യസമയത്തിന് അവസാനിപ്പിക്കുക, ഫുൾ ടൈം ഇതിൽ തന്നെ ഉണ്ടാകുക. അപ്പൊ അതിന്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്. അപ്പൊ അതൊക്കെ ഏറ്റെടുത്ത് നടത്തിയ സീമാറ്റിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഹലോ സാർ. ഹലോ സാർ. ഹലോ, പറഞ്ഞോട്ടെ. ഞാൻ ജോൺ ഓഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ കരിയർ മാസ്റ്റർ ഗിരിജയാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു ഓൺലൈൻ ക്ലാസ് ഇത്രമാത്രം സജീവമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരം മികച്ചതായിരുന്നു ഓരോ ദിവസത്തെ ക്ലാസ്സും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്കൂൾ ദൂരെയാണ്. എന്നാൽ പോലും എല്ലാ പരിപാടികളും ഞാൻ 7:30 ആകുമ്പോഴത്തേക്ക് തീർത്ത് വെച്ചിട്ട് ഈ ക്ലാസ്സിൽ ശരിക്കും അറ്റൻഡീവ് ആവാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിച്ച് ഇന്നലത്തെ ക്ലാസ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലാസ്സിലും ഞാൻ സജീവമായി പങ്കെടുത്തു.
ചില ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മുടെ സമീപനത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. അത് പ്രാബല്യമാക്കണമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചു തന്ന സിമാറ്റ് കേരളയ്ക്ക് വളരെയധികം നന്ദി. ശരി സാർ. സാറേ നമസ്കാരം. നമസ്കാരം സാർ, പറയൂ. എൻ്റെ പേര് സതകുമാർ എന്നാണ്. ഇളമണ്ണൂർ VHS ആണ്, പത്തനംതിട്ട ജില്ലയിലെ. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമൊക്കെ ഒരു കാര്യങ്ങളുണ്ടായിരുന്ന ഒരു തർക്കം പോലെ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ തോന്നിയിരുന്നെങ്കിലും തുടർന്ന് വന്നപ്പോൾ വളരെയേറെ ഉത്സാഹത്തോടു കൂടി, കാരണം കഴിഞ്ഞ 3 ദിവസത്തെ ട്രെയിനിങ്ങിന് കഴിഞ്ഞ വർഷം ഞാനൊന്ന് പോയിരുന്നു. കരിയർ മാസ്റ്ററായിട്ട് ഇപ്പോൾ 1 വർഷം ആയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറെ ഒരു ക്ലാസ് എന്ന് തോന്നിയില്ല. എല്ലാവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞതുകൊണ്ട് തന്നെ വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. ഇത്രയും ചിട്ടയായിട്ട് ഞാനിപ്പം പളനിയിൽ നിൽക്കുകയാണ്. മോൻ MBAക്ക് കിട്ടിയിട്ട് ഇന്നലെ കൊണ്ടുവിടാൻ പോയി. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇന്നിപ്പം അനുഭവങ്ങൾ പങ്കുവെക്കണം. ഞാൻ 7:40-നാണ് കയറിയത്, അതും ട്രാവലിംഗ് ആയതുകൊണ്ടാണ്. സാർ എന്തായാലും വളരെ ഒരു ഐഡിയൽ സ്കൂളാക്കാനും ഒരു ലീഡറാവാനും നമുക്ക് ലീഡറാവുന്ന സ്കൂളിൽ വലിയ പരിവർത്തനം വരുത്തുവാനുള്ള ഒരു വലിയ പ്രയത്നം തന്നെയായിരുന്നു, ഒരു യജ്ഞം തന്നെയായിരുന്നു സംഘടിപ്പിച്ച സിമാറ്റിനും ക്ലാസ് എടുത്ത ഏറ്റവും അനുഭവ സമ്പത്തുള്ള മുഴുവൻ ആൾക്കാരും അനുഭവങ്ങൾ പങ്കുവെച്ച പ്രധാനപ്പെട്ട ടീച്ചർമാര്, അധ്യാപകർ. അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നന്ദി സാർ. നന്ദി. ഒരാൾ പറയും. സാറ്, എൻ്റെ പേര് ബിനു. ഞാൻ ഇടുക്കി ജില്ലയിലെ ദേവിയാർ കോളനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. NVT കൊമേഴ്സ് അധ്യാപകനാണ്. സാറേ, എനിക്ക് ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഓരോ ദിവസത്തെയും ക്ലാസ്സിൻ്റെ യൂട്യൂബ് ലിങ്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുമോ പറ്റിയില്ല എങ്കിൽ പോലും ആ യൂട്യൂബ് ലിങ്കിൽ കയറി എപ്പോൾ വേണമെങ്കിലും ആ ക്ലാസ് നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനുമായിട്ട് സാധിച്ച ആ ഒരു കാര്യം ഒരു വലിയ സഹായമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കേട്ട ക്ലാസ്സുകൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ആ യൂട്യൂബ് ലിങ്കുകൾ അവിടെ സ്ഥിരമായിട്ട് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് മൊത്തത്തിൽ നമുക്ക് ക്ലാസ് എടുത്ത റിസോഴ്സ് പേഴ്സണും അതുപോലെ ഡിസ്കഷനിൽ പങ്കെടുത്ത അധ്യാപകരും എല്ലാവരും സജീവമായി പങ്കെടുത്തു. അതുകൊണ്ട് ആ ഒരു ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത സിമാറ്റിനും നമ്മുടെ VHS ഡിപ്പാർട്ട്മെന്റിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. നമസ്കാരം സാർ, ഞാൻ GVHSS വെള്ളാർമല വയനാട്ടിലാണ്. എല്ലാ ദിവസവും ക്ലാസ് വളരെ നന്നായിട്ട് നമ്മളെ മൊത്തത്തിലുള്ള ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എല്ലാ തലത്തിലും ഉള്ള വികസനത്തിന് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നന്ദി അറിയിക്കുന്നു. സർ, അനന്തലക്ഷ്മി, വീരണകാവ്, തിരുവനന്തപുരം. സർ, ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെഡഗോഗിക്കൽ ലീഡർഷിപ്പ് മുതൽക്ക് എൻ്റെ മാതൃകാ വിദ്യാലയം വരെയുള്ള മോഡ്യൂളുകൾ, ഒപ്പം RPമാർ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ പല സമയത്തും പല സെഷനിലും നടന്ന എക്സ്പീരിയൻസ് ഷെയറിങ്, സാധാരണ നമുക്ക് ഒരിടത്തും കിട്ടാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ ഇതുവരെ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയിട്ടില്ല. പല സമയത്തും നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് നമുക്ക് തോന്നാറുണ്ടെങ്കിൽ പോലും, നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സുകളിലാണെങ്കിൽ പോലും ഇതിനുള്ള ഒരു അവസരം നമുക്ക് ആരും ഇതുവരെ ഇത്രയും തന്നിട്ടില്ല. അതിന് ഒരുപാട് നന്ദിയുണ്ട് സിമാറ്റിനോട്. ഒപ്പം ഈ ഒന്നിനൊന്ന് പ്രഗത്ഭരായ നമ്മുടെ RPമാരോടും സിമാറ്റ് കേരളയോടുള്ള നന്ദി, ഒപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോടുള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ നമ്മൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഓരോ അധ്യാപകരും ഷെയർ ചെയ്ത എക്സ്പീരിയൻസസ്, അത് നമുക്ക് ഓരോരുത്തർക്കും വലിയ മുതൽക്കൂട്ടാണ്. ചില സമയങ്ങളിൽ നമ്മൾ ആലോചിച്ച പല പ്രോജക്റ്റുകളും അത് ശരിയാവുമോ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ചില പ്രോജക്റ്റുകൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു എന്ന് കേൾക്കുന്നതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഹലോ സാറേ, ഞാൻ മലപ്പുറത്ത് സുലേഖ ടീച്ചറാണ്. അത് കഴിഞ്ഞ വെക്കേഷന് ഞങ്ങൾക്കൊരു AI ട്രെയിനിങ് ഉണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സിനും. അപ്പോൾ പല സെഷനിലും തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ടീച്ചറെ റീപ്ലേസ് ചെയ്യോ AI എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കുറേ സെഷൻസിലൂടെ പോയപ്പോൾ
ഒരു ടീച്ചറിന്റെ ഒരു റോളിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ഇത് കിട്ടിയപ്പോൾ ഒരു കാലത്തും ഒരു AI-ക്കും ഒരു ടീച്ചറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഇൻസൈറ്റ് കിട്ടി സാർ. താങ്ക് യു സാർ. ഓക്കെ ടീച്ചർ. ഹലോ സാർ. പറഞ്ഞോളൂ ടീച്ചർ പറയും. ഹലോ സാർ, ഞാൻ ശ്രുതി ആണ്, മുളവന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം ജില്ലയാണ്. അപ്പം കഴിഞ്ഞ വർഷമാണ് ഞാൻ കരിയർ മാസ്റ്റർ ആയിട്ട് ചുമതലയേറ്റത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് സിമാറ്റിൻ്റെ 4 ദിവസത്തെ ട്രെയിനിങ്ങിലും പങ്കെടുക്കാനായിട്ട് പറ്റി. അത് തന്നെ എന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയ ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു സിമാറ്റിൻ്റെ ആ 4 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഈ ഒരു 21 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞിരുന്നാൽ എൻ്റെ മനസ്സിൽ അറിയാം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ആയിരിക്കും, എത്രത്തോളം ഇപ്പം ഓൺലൈൻ ആണെങ്കിൽ പോലും എങ്ങനെ ആയിരിക്കും. ആദ്യത്തെ 1-2 ദിവസത്തെ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം വെച്ചാൽ അതായത് കറക്റ്റ് ടൈം 7:30 9:30 എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്യുകയും ആ സെഷൻ കറക്റ്റായിട്ട് അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഓഫ്ലൈനിലും അങ്ങനെ തന്നെയായിരുന്നു. ടൈമിങ് ഭയങ്കര, ഞാൻ എന്താ പറയുക, അത് ആ 4 ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ സെഷൻസും വളരെ നല്ലതായിരുന്നു. 1-2 സെഷൻസ് ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം മുഴുവനും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് നമുക്ക് കിട്ടുന്നുള്ളതാണ്. പിന്നെ നമുക്കതെടുത്ത് ചില ക്ലാസ്സുകൾ നമ്മൾ അത്രയും മനസ്സിന് എന്താ പറയുക, അത്രയും നമുക്ക് മോട്ടിവേഷൻ തന്നിട്ടുള്ള കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും കേൾക്കാനായിട്ട് ഇങ്ങനെ പറ്റുമെന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് കരുതുവാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതാണ് സാർ, വേറൊന്നുമല്ല. ഒരു ഡേ 19 19ാമത്തെ ദിവസത്തെ ക്ലാസ്, അതായത് കഴിഞ്ഞ ലാസ്റ്റ് 2 ക്ലാസ്സിൽ ഒരു ക്ലാസ് മിസ്സിങ്, അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലോട്ട് വന്നിട്ടില്ല. അത് ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്തായാലും ഇനിയുള്ള നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് എല്ലാം തന്നെ ഇതുപോലെ കുറച്ച് നേരത്തെ ഒരുപാട് അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്, ഡേയ്സ് കൂട്ടണമെന്നും ഇതുപോലെ നമുക്ക് ഓഫ്ലൈനായിട്ട് കിട്ടണമെന്നും തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. താങ്ക് യു. സാറേ, എൻ്റെ പേര് ഹബീബ് റഹ്മാൻ. ഞാൻ കോഴിക്കോട് റഹ്മാനിയ VHS അധ്യാപകനാണ്. സാർ, ഞാനൊരു വൊക്കേഷണൽ ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ BEd ഇല്ലാത്തതുകൊണ്ട് ഈ പെഡഗോഗിയെ കുറിച്ചൊന്നും ആ ഒരു തിയറിറ്റിക്കലായിട്ടൊന്നും കൃത്യമായിട്ടുള്ളൊരു ധാരണ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ അതൊക്കെ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്ലാസ് നന്നായിട്ട് അതിനെ റിഫ്രഷ് ചെയ്യാനായിട്ട് ഉപകാരപ്പെട്ടു. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ ഘടകങ്ങളും ഈ ഒരു മൊഡ്യൂളിൽ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ മൊഡ്യൂളും എല്ലാം വന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച്, അതേപോലെ രക്ഷിതാക്കളുടെയും PTA അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ക്ലാസ്സുകൾ ഇതിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. പിന്നെ ചില മൊഡ്യൂളൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട്, പാരന്റിങ് ഒക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ കേട്ടു. ചിലതൊക്കെ 1-2 ഒരു ലാഗിങ് ആയിട്ട് തോന്നിയെങ്കിൽ പോലും അത് ആ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകതയായിട്ടായിരിക്കാം. എന്തായാലും പൊതുവെ മൊത്തത്തിൽ വളരെ നല്ല ക്ലാസ്സുകളായിട്ടാണ് ഫീൽ ചെയ്തത്. സജഷനായിട്ട് പറയാനുള്ളത്, ഞാൻ കുറച്ച് ദൂരെ നിന്ന് എൻ്റെ വീടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ 7 മണിയാവും. പിന്നെ 7:30 മണിക്ക് ഇത് ചെവിയിൽ വെച്ചിരിക്കുമ്പോൾ വീട്ടുകാർക്കും ഭയങ്കര, കുറേ ദിവസങ്ങളായപ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥത. കാരണം 9:30 ആകുമ്പോഴേക്കും അവരും കിടന്നുറങ്ങാറായി. അപ്പോൾ വീട്ടുകാരായിട്ടൊക്കെ ഒന്നും ബന്ധമില്ലാത്തൊരു അവസ്ഥയിലേക്കായി മാറിയിരുന്നു 21 ദിവസം. പക്ഷേ എന്തായാലും വളരെ സക്സസ് ആയിട്ട് ആ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ഇത്തരം പ്രോഗ്രാം സംഘടിപ്പിച്ച സിമാറ്റിനും, പ്രത്യേകിച്ച് അരുൺ സാറ്, അതേപോലെ CGCC സ്റ്റേറ്റ് കോർഡിനേറ്റർ സന്തോഷ് സാറ്, കരിക്കുലം DD ഉബൈദുള്ള സാർ, എല്ലാവർക്കും, സിമാറ്റ് ഡയറക്ടർ, എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സാർ. ഹലോ സാർ, സ്കൂള് പറഞ്ഞോളൂ ടീച്ചർ, പറഞ്ഞോളൂ. സാറേ, ടൈം മാനേജ്മെന്റിലും RPമാരുടെ സെലക്ഷനിലും എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു നമ്മുടെ സിമാറ്റിന്റെ ട്രെയിനിങ്. ആവർത്തന വിരസത ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ക്ലാസ്സുകളും, പ്രത്യേകിച്ച് അജിത് സാറ്, സത്യനേശൻ സാറ്, പിന്നെ അനുഭവങ്ങളിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് ഒരുപാട് അറിവുകൾ തന്ന വിധു സാറ്, വൈശാഖ് സാറ്, വിജയകുമാർ സാറ് എന്നിങ്ങനെ ഓരോരുത്തരുടെ ക്ലാസ്സുകളും ഒരുപാട് ഇൻഫർമേഷൻ തരുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു.
പിന്നെ അതുമല്ല, ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ സ്വന്തമായിട്ട് യാതൊരു മടിയും കൂടാതെ ഷെയർ ചെയ്യാനുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമും കൂടിയായിരുന്നു ഇത്. സിമാറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നല്ല പരിശ്രമമായിരുന്നു ഇത്. നെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഒരുപാടുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് പരമാവധി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയോജനപ്രദമായിരുന്നു സാർ. താങ്ക് യു. ഹലോ സർ, ടീച്ചർ എൻ്റെ പറയൂ. പേര് അമ്പിളി, GVHSS കൂടൽ, പത്തനംതിട്ട ജില്ലയാണ്. ഞാനിപ്പോ ശരിക്കും എൻ്റെ ഒരു കരിയർ മാസ്റ്റർ ആയതിൽ തന്നെ അഭിമാനിക്കുന്നു. കാരണം ഈ ഒരു ഇത് എനിക്ക് അടിച്ചേൽപ്പിക്കുമായിരുന്നു. വേറെ ആരും ഏറ്റെടുക്കാൻ പറ്റാതെ ടീച്ചർ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ചേൽപ്പിക്കുമായിരുന്നു. ആദ്യം കുറേ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഈ സിമാറ്റിന്റെ റെസിഡൻഷ്യൽ പ്രോഗ്രാമും ഈ ക്ലാസ്സുകളും ഒക്കെ കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലെ എല്ലാ ക്ലാസ്സും ഞാൻ വീട്ടിലെത്തിയില്ല, ഇത് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. വീട് തിരുവനന്തപുരത്താണ്, സ്കൂള് പത്തനംതിട്ടയാണ്. അതുകൊണ്ടാണ് ഒന്ന് അണയ്ക്കുന്നത്. പിന്നെ ക്ലാസ്സുകളെല്ലാം വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് എല്ലാം നല്ല ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് എല്ലാവരുടെയും ഷെയർ ചെയ്യുന്ന വഴി RPമാർ അവരുദ്ദേശിച്ച ഇതിലേക്ക് നമ്മളെ എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് അതെല്ലാം ഈ എക്സ്പീരിയൻസ് ഷെയറിങ് വഴിയും ഇന്ററാക്റ്റീവ് ക്ലാസ് വഴിയും സെഷൻസ് വഴിയും നമ്മുടെ മനസ്സിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ച് തന്നു. പിന്നെ ഇത് കുറച്ച് ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇഫക്റ്റീവ് ആയിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയില്ല, കാരണം ടൈം ലിമിറ്റ് കൊണ്ട്. ഇത് എന്തായാലും വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഒരു ഐഡിയൽ സ്കൂൾ ആക്കാനായിട്ട്, എൻ്റെ സ്കൂളിനെ ഒരു ഐഡിയൽ സ്കൂൾ ആക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും. താങ്ക് യു സർ. ഹലോ സാർ. ഹലോ സാർ, ഞാൻ രമേശാണ്, പാലക്കാട് ജില്ല തത്തമംഗലത്ത് നിന്ന് GSM VHS തത്തമംഗലം സ്കൂളിൽ നിന്ന് സംസാരിക്കുകയാണ്. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലാസ്സുകളെല്ലാം ഏകദേശം എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഒരു ഓവറോൾ എല്ലാത്തിനെ കുറിച്ചും കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കുറേ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ വളരെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. സാർ, ഞാൻ ബിനോയ്. ബിനോയ് സാർ പറയൂ. സാറേ, ബിനോയ്, ഞാൻ നാട്ടകം, കോട്ടയം ജില്ലയിലെ നാട്ടകം സ്കൂളിലെ GVHS നാട്ടകത്തിലെ സാറാണ്. സാറേ, ഇതിനെപ്പറ്റി പറയാനുള്ളത് ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ നല്ലതായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ചില ആംഗിളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു രണ്ടാമത്തെ ദിവസത്തെയാണെന്ന് തോന്നുന്നു, അതിനകത്ത് 0 ഇട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. 0 എത്ര സീറോസ് ഇടാം എന്നുള്ളത്. ഞാനത് ക്ലാസ്സിൽ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ പിള്ളേരിൽ നിന്നൊക്കെ നല്ല ഒരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള ചില ടെക്നിക്കുകളൊക്കെ നമുക്ക് ഈ ക്ലാസ്സുകൾ വഴി കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു സജഷനായിട്ട് പറയാനുള്ളത്, ആഴ്ചയിൽ എല്ലാ ദിവസവും വെക്കുന്നതിന് പകരം ഒരു ആഴ്ചയിൽ ഒരു 4 ദിവസം വെച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. നല്ല ഈ ക്ലാസ് ക്രമീകരിച്ച സിമാറ്റിനും എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. സാറേ നമസ്കാരം. പറഞ്ഞോളൂ ടീച്ചർ. സാർ, ഞാൻ കുറിച്ചിത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്, കോട്ടയം. ഞാൻ സിമാറ്റിന്റെ ഓഫ്ലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ആദ്യമായിട്ടാണെങ്കിലും ട്രെയിനിങ് ഇത്രയും ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത്രയും ദിവസം ഇത്രയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സിമാറ്റിന് വളരെയധികം അഭിനന്ദനങ്ങള്. അതുപോലെ തന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ ട്രെയിനിങ് ശരിക്കും നമുക്ക് എഫക്റ്റീവ് ആണ്. പക്ഷെ ഇത്രയും ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലെ കാര്യങ്ങളുടെ കൂടി മാനേജ് ചെയ്ത് വരുമ്പോൾ ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ കൊള്ളാമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ബാക്കിയെല്ലാം നല്ലതാണ്. കാരണം നമുക്ക് ഫാമിലിയിലെ ബാക്കി മെമ്പേഴ്സിനോട് നോക്കുമ്പോഴത്തേക്കും അതൊരു ശരിക്കും ലേഡീസിനെ സംബന്ധിച്ച് ഒത്തിരി ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഒരു ഞായറാഴ്ച ഒഴിവാക്കിയിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും ക്ലാസ്സുകളെല്ലാം വളരെ ഭംഗിയായിരുന്നു. ഓഫ്ലൈനിൽ നമ്മൾ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ നല്ല ക്ലാസ്സുകളായിരുന്നു എല്ലാം. പിന്നെ ഇടയ്ക്ക് ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ ഇല്ലാത്തൊരു ക്ലാസ്സിലൊക്കെ നമ്മൾ ടയേർഡായിട്ട് ചില ദിവസങ്ങളിൽ അല്പം ഉറക്കം വരുന്ന പോലെയൊക്കെ ഇരുന്നു എങ്കിലും പേര് വിളിച്ചെങ്കിലോ എന്ന് വിളിച്ചോണ്ട് എന്ന് പേടിച്ച് കണ്ണു വീഴ്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ക്ലാസ്സുകളൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സീമാന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. നമസ്കാരം സാർ. നമസ്കാരം ടീച്ചർ പറയൂ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്കൂളിൽ നിന്ന് സുനിഷ ടീച്ചറാണ്. ആദ്യമായിട്ട് സിമാറ്റിന് താങ്ക്സ് പറയാണ്. ഇത്രയും നല്ലൊരു ട്രെയിനിങ് കരിയർ മാസ്റ്റേഴ്സിനായിട്ട് വർഷങ്ങളായിട്ട് നമുക്ക് തരികയാണ്. അത് VHSE ഡിപ്പാർട്ട്മെന്റിലെ കരിയർ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് മാത്രമായിട്ടാണ് ഇത് കിട്ടുന്നത്. ഒരു ഹൈസ്കൂൾ അധ്യാപകർക്കോ നമ്മുടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർക്കോ ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്ന് കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ് ആ ഒരു കാര്യത്തിൽ. 4 വർഷമായിട്ടുള്ള ഓഫ്ലൈൻ ട്രെയിനിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. അന്ന് മുതൽ തന്നെയാണ് മനസ്സിലായത് ഒരു ടീച്ചർ എന്നുള്ള ഒരു പ്രൊഫഷൻ അതെന്താണെന്നും അത് കൂടുതൽ ചിന്തിക്കാനും
അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മളെ കൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നതും ഓരോ വർഷവും നമുക്ക് ആ മാറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായ ക്ലാസ്സുകളിൽ അനുഭവങ്ങൾ ഒരുപാട് പേര് പങ്കുവച്ചു. അപ്പൊ അതുപോലെ കുറേ അനുഭവങ്ങൾ ഓൾ കേരള ലെവലിലുള്ള ഓരോ സ്കൂളിലെ ഡെവലപ്മെന്റുകൾ, അവർ നടത്തുന്ന പദ്ധതികൾ, ബിജു സാറിനെ പോലെയുള്ള സാറുമാരുടെ എക്സ്പീരിയൻസുകൾ ഒക്കെ എല്ലാം കേട്ടപ്പോൾ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളും എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഓരോ ദിവസത്തെ ക്ലാസ്സുകളും. അതിൽ സംഘടിപ്പിച്ചു തന്ന സിമാറ്റിനോടുള്ള നന്ദി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പക്ഷേ വൈശാഖൻ സാറിന്റെ ക്ലാസ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ്. നമുക്ക് കുറച്ച് പുതിയ ടൂൾസ് ഒക്കെ ക്യൂസ് ഒക്കെ ചെയ്ത സാറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പേര് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരുടെ ക്ലാസ്സും നന്നായിരുന്നു. പക്ഷെ ചില ക്ലാസ്സുകളിൽ നമുക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറയാണ്. ഒരു LP UP ലെവലിലുള്ള കുട്ടികൾക്ക് നല്ല പോലെ മനസ്സിലാക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരം കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഉതകുന്ന രീതിയിലുള്ള കുറെ പദ്ധതികൾ രൂപീകരിച്ചതായിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പക്ഷെ അതൊരു VHSEയിലേക്ക് വരുമ്പോൾ എത്രത്തോളം പ്രാവർത്തികമാവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിപ്പോയ കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ തോന്നിയ ഒരു കാര്യം, നമ്മളുടെ ഒരു ബുദ്ധിമുട്ടാണ്, നേരത്തെ 2-3 പേര് സൂചിപ്പിച്ചു. ഇത്രയും സ്കൂളിൽ നിന്ന് നമ്മൾ 8:30 മുതൽ 4:30 വരെയുള്ള സ്കൂൾ ടൈം കഴിഞ്ഞു വന്നിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ഈ നമ്മളുടെ ഇത്രയും 21 ദിവസത്തെ ട്രെയിനിങ് നമ്മളെ പഠിപ്പിച്ചത് കുട്ടികളെ മനസ്സിലാക്കണം, സമൂഹത്തെ മനസ്സിലാക്കണം, നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനെ കൂടെ പിടിച്ചു നിർത്തി സ്കൂള് ഏറ്റവും ദ ബെസ്റ്റ് കേരള അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ്. പക്ഷേ ഈ 21 ദിവസം നമ്മൾ വീട്ടില് കുറച്ച് ബുദ്ധിമുട്ടി. ആ ബുദ്ധിമുട്ട് അതായത് നമ്മുടെ മക്കളോട് പോലും നമുക്കൊരു ഇന്ററാക്ഷൻ ഇല്ല. അവരുടെ പഠിപ്പിനെ കുറിച്ചോ അവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം. ഞാൻ പഠിപ്പ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും വീട്ടില്. അതൊരു വിഷമം തന്നെയാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് മനസ്സിലാക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ വീടിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകേണ്ടി വന്നു എന്നുള്ളൊരു വിഷമം കൂടി അറിയിക്കുകയാണ്. ക്ഷമിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. താങ്ക് യു സർ. ഓക്കെ ടീച്ചർ, അടുത്ത ആൾ. സാർ ഞാൻ പറയൂ ടീച്ചർ, പറയൂ. ഞാൻ പ്രസീത, കണ്ണൂർ ജില്ലയിൽ നിന്ന് GRF TVHS അഴീക്കൽ. അപ്പോൾ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ 21 ദിവസം ഓൺലൈൻ ക്ലാസ് എന്ന് കേട്ടപ്പോൾ ആദ്യം ഭയങ്കര മടി തോന്നിയിരുന്നു. എന്നാൽ 1-ാം ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം, ഇഷ്ടവും തോന്നി. ശരിക്കും പറഞ്ഞാൽ മക്കൾ എന്നെ അതിശപ്പെട്ടു പോയി. 7:30 ആകുമ്പോഴേ ഞാൻ ബുക്ക് കൊടുത്ത് പേനയെടുത്ത് ഒരു 9:30 വരെ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ഭർത്താവും മക്കളൊക്കെ അതിശപ്പെട്ടു പോയി. അവരൊക്കെ സഹകരിച്ചു. പിന്നെ ഈ ക്ലാസ് ഇപ്പൊ ഇവിടെ ഈ 20 ദിവസം തോന്നിയത് വെറും ക്ലാസ് എന്നതിലുപരി സജീവമായ ഒരു ചർച്ചയിലൂടെയാണ് എല്ലാ RPമാരും ക്ലാസ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ നമുക്ക് പോയതറിഞ്ഞതേ ഇല്ല. പിന്നെ കഴിഞ്ഞ 20 ദിവസം നടന്ന ഈ 20 ദിവസങ്ങളിലായി നടന്ന എല്ലാ ചർച്ചകളും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ നമ്മുടേതായ ചില അടയാളപ്പെടുത്തലുകളൊക്കെ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റി. പിന്നെ അതുകൂടാതെ സമൂഹവുമായി സജീവമായി ഇടപെടാനും വിഭവ സമാഹരണം മാക്സിമം നടത്തിക്കൊണ്ട് എല്ലാ കുട്ടികളെയും ക്ലാസ് റൂമിനപ്പുറം പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മാണം നടക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. കൂടാതെ ഒരു ലീഡറിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. പിന്നെ ഈ കൂട്ടായ്മയിലൂടെ ഇതിലുള്ള നിരവധി അധ്യാപകരുടെ നൂതനമായ ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിലൊക്കെ ഉപരി സിമാറ്റിന്റെ മൊഡ്യൂളുകൾ, അതായത് ഈ 20 ദിവസത്തെ മൊഡ്യൂളുകൾ വളരെ കൃത്യമായിട്ട് പ്രയോറിറ്റി അനുസരിച്ച് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൃത്യനിഷ്ഠയോടെ പങ്ക്ച്വലായിട്ടുള്ള ക്ലാസ് തുടങ്ങലും ഒക്കെ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. അപ്പോൾ സിമാറ്റിന്റെ ഭാരവാഹികൾക്കും ഡയറക്ടർക്കും എല്ലാ RPമാർക്കും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും അവരുടെ ആശയങ്ങൾക്കും എല്ലാം നന്ദി അറിയിക്കുന്നു. താങ്ക്സ്. ഹലോ സാർ. ടീച്ചർ പറയൂ. സാർ, മലപ്പുറം മക്കരപ്പറമ്പ് സ്കൂളിലത്തെ സൗമ്യ ടീച്ചറാണ്. ഞാനിപ്പോ പലരും ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ലേഡീസിനായിരുന്നു കൂടുതൽ പ്രശ്നം തോന്നുന്നു. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സിമാറ്റിന്റെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ സിമാറ്റിന്റെ കോഴ്സ് അന്നേ കേട്ടപ്പോൾ മുതൽ ആവേശത്തോടെ കാത്തിരുന്നിരുന്ന ആളാണ്. പക്ഷെ കറക്റ്റ് സമയത്തിന് വീട്ടിലൊരു മരണം ഉണ്ടായി. പിന്നെ മക്കള് 2 പേർക്കും വൈറൽ ഫീവർ ഒക്കെ ആയിട്ട് കുറെ പ്രതിസന്ധികൾ വന്നു. എങ്കിൽ പോലും അത്രയും നല്ല ക്ലാസ്സുകളായിരുന്നു. എല്ലാ ദിവസവും
മക്കളൊക്കെ സഹകരിച്ചു. 7:30 മുതൽ 9:30 വരെ കേൾക്കാൻ പറ്റി. മിസ്സായ ക്ലാസ്സുകൾ യൂട്യൂബിലും ഉണ്ടായിരുന്നുകൊണ്ട് വീണ്ടും കാണാൻ പറ്റി. വീണ്ടും എനിക്ക് തോന്നുന്നു ഈവൻ സ്റ്റാഫ് റൂമിലൊക്കെ ഷെയർ ചെയ്യാൻ സാധിച്ചു. ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ടീച്ചറെ ഒന്നാ ലിങ്ക് ഞങ്ങൾക്കും കൂടെ അയച്ചാന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബ് എൻ്റെ സ്റ്റാഫ് റൂമിലത്തെ 1-2 പേരൊക്കെ കണ്ടിട്ടുണ്ട് അതിലത്തെ ചില സെഷൻസ് ഒക്കെ. അങ്ങനെ വളരെ നല്ല സെഷൻസ് ആയിരുന്നു. സിമാറ്റിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാ തവണയും സിമാറ്റിന്റെ ക്ലാസ്സസ് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുമ്പോൾ അവർ പറയും 4 ദിവസം നിങ്ങൾ അടുക്കളേനെ പറ്റി ചിന്തിക്കണ്ട, വീടിനെ പറ്റി ചിന്തിക്കണ്ട. കറക്റ്റ് അതിപ്പോ മനസ്സിലായി. ഓൺലൈൻ ഭയങ്കര ടഫായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനും മക്കളും മാത്രമാണ് ജോലി സ്ഥലത്താണ് വർക്ക് ചെയ്യണത്, താമസിക്കണത്. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. എന്നാൽ പോലും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായാൽ ഇഷ്ടം കൂടുതൽ, നമുക്ക് കൂടുതൽ മനസ്സറിഞ്ഞ് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും അടിപൊളി ക്ലാസ്സുകളായിരുന്നു. താങ്ക് യു സർ. ഓക്കെ ടീച്ചർ, അടുത്ത സാർ. ഹലോ സാർ, നമസ്കാരം. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. സ്വന്തം സ്കൂള് ആലപ്പുഴ ജില്ലയിലാണ്. മുളക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. പേര് വിശ്വനാഥൻ ഉണ്ണിത്താൻ. സിമാറ്റിന്റെ എല്ലാ ക്ലാസ്സുകളും വളരെ മെച്ചപ്പെട്ടവയായിരുന്നു. നമുക്കറിയാം, സ്വയം പ്രകാശിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയുമെന്നുള്ള രവീന്ദ്രനാഥ് ടാഗോറിന്റെ വചനങ്ങൾ ഈ സാഹചര്യത്തിൽ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ഓരോ അധ്യാപകരും വളരെയധികം മോട്ടിവേറ്റഡ് ആയിരുന്നു. എല്ലാവരും നമുക്കറിയാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഓരോ ക്ലാസ്സുകളും. ആ വിജയകുമാർ സാറിന്റെ ക്ലാസ്, അതുപോലെ തന്നെ വിശ്വംഭരൻ സാറിന്റെ ക്ലാസ്, ഇത് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വളരെ ഡ്രൈവിംഗ് എനർജി തരുന്നതായിരുന്നു. അതുപോലെ നമുക്കറിയാം 21st സെഞ്ചുറിയിലെ അധ്യാപകൻ എങ്ങനെയായിരിക്കണം, ക്ലാസ് റൂം എങ്ങനെ ജനാധിപത്യപരമായിരിക്കണം, കുട്ടികളുടെ സർഗവാസനകളെ എങ്ങനെ വളർത്താൻ സാധിക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വികസനത്തിനും വികാസത്തിനും ഉപകരിക്കുന്ന ക്ലാസ് മുറികളായിരിക്കണം, തികച്ചും ജനാധിപത്യപരമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള എല്ലാ അധ്യാപകരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള അനുഭവങ്ങള്, ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ വളരെയധികം നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത സിമാറ്റ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും, ടൈം ബൗണ്ട് ആയിട്ടും എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ അവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെയും ആർപിമാരുടെ ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നു. അതുപോലെ നമുക്ക് ഇത്രയും സമയം 2 മണിക്കൂർ വളരെ നെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് നേരിടുമായിരുന്നു. എങ്കിലും ഞാൻ എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ കിട്ടുന്ന അവസരങ്ങളിൽ എൻ്റെതായിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ എക്സ്പ്രസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ നല്ല കുറെ ഡെമോക്രാറ്റിക് നിലപാടുള്ള കുറെ ആൾക്കാര്, നമ്മുടെ ആർപിമാര് നല്ല ആൾക്കാര് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെലക്ഷനൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു നമ്മുടെ സിമാറ്റിന്റെ ഭാഗത്തു നിന്നും നടത്തിയത്. അതിന് അങ്ങേയറ്റം അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. സാർ നമസ്കാരം. പറയാലോ അല്ലേ? സാറ് ബിജുമാഷാണ്. എറണാകുളത്ത് ചോറ്റാനിക്കരയെന്നാണ്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ പൊതുവെ മികച്ച ക്ലാസ്സുകളായിരുന്നു മിക്കവാറും എല്ലാം തന്നെ. അത് കുട്ടികളുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടും അതുപോലെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടും സ്കൂളിലെ വൈവിധ്യം എങ്ങനെ പ്രയോജനപ്പെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല ക്ലാസ്സുകളായിട്ടാണ് മനസ്സിലായത്. പിന്നെ നമ്മുടെ ചില ക്ലാസ്സുകൾക്ക് കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാമെന്ന് തോന്നിയ ചില ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നിയത് ഈ വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ കുറച്ചുകൂടെ നമുക്കൊരു ഇൻഡെപ്തിൽ പോവുകയായിരുന്നെങ്കിൽ അതൊക്കെ എങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ധാരണ ടീച്ചർമാർക്ക് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ CSR ഫണ്ടുമായി ബന്ധപ്പെട്ട്, MLMP ഫണ്ട്, അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ചർച്ച, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും, എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ ഡോക്യുമെന്റ്സ് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടി ഒന്ന് ചർച്ച ചെയ്യാൻ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സിമാറ്റിന്റെ ട്രെയിനിങ്ങിൽ എപ്പോഴും അവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് കിട്ടുന്ന നല്ല ഫുഡും ചായയും കടിയൊക്കെയാണ്. അത് ഓൺലൈൻ ക്ലാസ് തീരുമ്പോൾ ഒക്കെ നമുക്ക് മിസ്സായി ശരിക്കും. പിന്നെ ക്ലാസ്സുകൾ മിക്കവാറും എല്ലാം നല്ലതായിരുന്നു. എനിക്ക് 1-2 ക്ലാസ്സുകൾ മിസ്സായി. ഞാനപ്പോൾ സൗണ്ട് സെന്ററിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തന്നെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടു. അപ്പോൾ പൊതുവെ നല്ലതായിരുന്നു, നല്ല ക്ലാസ്സുകളായിരുന്നു, പൊതുവെ എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ
നമുക്കിവിടെ ഷെയർ ചെയ്ത് കേൾക്കാനായിട്ട് സാധിച്ചു. അത് ഒരു വലിയൊരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നു. അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അങ്ങനെ ആ ഒരു കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ട് പോയ ക്ലാസ്, ഇവിടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കുറച്ചുകൂടെ നല്ലതായിട്ടാണ് അനുഭവപ്പെട്ടത്. പിന്നെ ചില പദ്ധതികളൊക്കെ പലരും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആ പദ്ധതി എങ്ങനെ അവിടേക്ക് വന്നു എന്നുള്ളൊരു റൂട്ട് കൂടി ഒന്ന് നമ്മൾ വിശദമാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നുന്നു. ഇത് കൂടാതെ നമ്മൾ കാണിച്ച വീഡിയോസ് സാർ, അത് കുറച്ചുകൂടെ ഒരു വൈവിധ്യം വേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എല്ലാ മേഖലകളിൽ നിന്നുള്ള അച്ചീവ്മെന്റ്സ് കാണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ LP UP ആ ഒരു മേഖലയിൽ നിന്നുള്ള വീഡിയോസ് ആണ് നമ്മളിവിടെ കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ അതിന് പകരം നമുക്ക് VHSC മേഖലയൊക്കെ വരുമ്പോൾ ആ ഹയർ സെക്കൻഡറി മേഖലയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുറച്ചും കാര്യങ്ങളോട് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടച്ച് കുറച്ചുകൂടെ കിട്ടുവാനും തോന്നുന്നു. അപ്പൊ നമ്മുടെ ഒരു സെനാരിയോയില് അത് അപ്ലൈ ചെയ്യുന്നതിനും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കുറച്ചുകൂടെ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു അടുപ്പം കുറച്ചുകൂടെ ഉണ്ടാകുമായിരുന്നതാണ് എനിക്കൊരു സൈക്കോളജിക്കലായിട്ട് നോക്കുമ്പോൾ തോന്നുന്നത്. എന്തൊക്കെയായാലും വളരെ മികച്ച 21 ദിവസങ്ങളായിരുന്നു കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. അതിന് റിക്വസ്റ്റ് ഇവിടെ പലരും പറഞ്ഞു. സൺഡേ എന്ന് പറയുന്നത് ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും. ഇന്നലെ എനിക്ക് 3 കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു കല്യാണത്തിന്റെ ഇടയിലാണ് ഇന്നത്തെ ക്ലാസ് കുറച്ച് കേട്ടത്. അപ്പോ അങ്ങനെ സൺഡേ നമ്മളൊന്ന് ഒഴിവാക്കിയിടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പിന്നെ ലേഡീസിനെ സംബന്ധിച്ച് അവർ വലിയൊരു എഫേർട്ടാണ് എടുത്തിട്ടുണ്ടാവുക. ഒരു ഈ 21 ദിവസവും വലിയ ഒരു എഫേർട്ട് വീടുകളിൽ പല കാര്യങ്ങൾ സഹിച്ചുകൊണ്ട് അവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവർ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങളെന്ന് തീർച്ചയായിട്ടും സ്കൂൾ ലെവലിൽ നമ്മൾ തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഒരു വലിയ ഒരു മോട്ടിവേഷൻ ഈ 21 ദിവസങ്ങളിലായിട്ട് CMATന് തരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം കടപ്പാടുകൾ അറിയിക്കുകയാണ്. നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. ഹലോ സാർ. പറഞ്ഞോളൂ ടീച്ചർ. ഞാൻ ലിസ ദേവസി, ഗവൺമെന്റ് VHSS മഞ്ച, തിരുവനന്തപുരം സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള സ്കൂൾ കരിയർ മാസ്റ്ററാണ്. ഞാനൊരു വൊക്കേഷൻ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ എനിക്ക് B.Ed ഇല്ല. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിന്നുള്ള ബോധനപരമായ ക്ലാസ്സുകളും അക്കാദമിക് പ്ലാൻ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിച്ചു. വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ക്ലാസ്സുകളായിരുന്നു എല്ലാം തന്നെ. നമ്മുടെ മനോഭാവങ്ങളെ ചിന്തകളെയൊക്കെ മാറ്റിമറിക്കാനായിട്ട് ഈ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹവുമായി ഇടപെടേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ നമുക്ക് പല അനുഭവങ്ങൾ ഷെയർ ചെയ്ത കൂട്ടത്തിൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും മനസ്സിലായി. ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് തന്നെ നമ്മുടെ തന്നെ അധ്യാപകരുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വളരെ വലിയൊരു റിസോഴ്സായിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. ഞാനും ഒക്കെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണെന്നൊരു ചിന്ത നൽകാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. അപ്പോൾ സോണി സാറൊക്കെ വളരെ കൃത്യം സമയത്ത് തന്നെ വന്ന് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ സംഘടിപ്പിച്ച CMATന് നന്ദി പറയുന്നു. ഓക്കെ ടീച്ചർ, താങ്ക് യു. അടുത്ത സർ, കണിച്ചുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് സിമി. 21 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്, എല്ലാ ദിവസത്തെയും ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവും വളരെ ഇഫക്റ്റീവുമായ ക്ലാസ്സുകളായിരുന്നു എന്ന് തോന്നി. നമ്മുടെ സ്കൂളിൽ നടപ്പാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒത്തിരി നല്ല ആശയങ്ങൾ ലഭിച്ചു. ഓരോ RPമാരുടെയും പ്രസന്റേഷന്റെ രീതി തന്നെ നമുക്കൊരു പാഠമായിരുന്നു എന്ന് സത്യത്തിൽ തോന്നി. പിന്നെ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള അധ്യാപകരുടെ അനുഭവങ്ങൾ, അതും അവരുടെ ഓരോ പ്രോജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ നമുക്കൊരു ഭയങ്കര പ്രചോദനമായിട്ടുള്ള കാര്യമായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഓൺലൈൻ ക്ലാസ്സിലായതുകൊണ്ടായിരിക്കും അത്രയും കൂടുതൽ പേരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം നമുക്കും പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ കിട്ടി. ഞാൻ വെറും 2 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് കരിയർ മാസ്റ്റർ ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കോഴ്സിലൂടെ വന്നത്. പിന്നെ ആകെ സൺഡേ ഒഴിവായിരുന്നെങ്കിൽ എന്ന് തോന്നി, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ പകൽ സമയത്തായിരുന്നെങ്കിൽ എന്ന് തോന്നി. എങ്കിലും എല്ലാ ക്ലാസ്സുകളും ഒരു ക്ലാസ് ഒഴിവാക്കിയില്ല, എല്ലാം ശ്രദ്ധിച്ചിരുന്നു.
അതെല്ലാം ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഒത്തിരി സഹായകമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. സിമാറ്റിനും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിനും ഒത്തിരി നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിജിമോൾ ജേക്കബ്. എറണാകുളം പുല്ലേപ്പടി ദാറുൽ ഉലൂം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാവൽ ആൻഡ് ടൂറിസം അധ്യാപികയാണ്. സിമാറ്റിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഐ റിയലി ലവ് ഇറ്റ്. കാരണം എപ്പൊക്കെ പോകാൻ പറ്റുമോ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. അത്രയും ഇഷ്ടത്തോടു കൂടി തന്നെയാണ് സിമാറ്റിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഓൺലൈൻ ട്രെയിനിങ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നെ 21 days കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ ആ ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്വയം ഞാൻ എന്താണ്, ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ സ്കൂളിനെ ഏറ്റവും മികച്ച വിദ്യാലയമാക്കി മാറ്റാൻ ഞാൻ എങ്ങനെ മാറണം എന്നുള്ള ഒരു വലിയൊരു നമുക്കൊന്ന് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താനും നമ്മളിലേക്ക് ചേഞ്ച് കൊണ്ടുവരുത്താനും തീർച്ചയായിട്ടും ഈ ട്രെയിനിങ് സഹായിച്ചിട്ടുണ്ട്. അത് തന്നെയാണല്ലോ ആ ട്രെയിനിങ്ങിന്റെ ഉദ്ദേശവും. നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ വിദ്യാലയം മാറുള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കരിയർ മാസ്റ്റേഴ്സ് എല്ലാവരും മാറാൻ റെഡിയാണ്. പക്ഷെ സ്കൂളിലിരിക്കുന്ന ബാക്കിയുള്ള ടീച്ചേഴ്സിന് അവർക്കും കൂടി ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ ഇത് ശരിക്കും ഇഫക്റ്റീവ് ആവുള്ളൂ. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ എത്ര ലീഡർഷിപ്പ് എടുത്താലും പ്രാക്ടിക്കലി പറയുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടി ഞാനൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതുപോലുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ 21 days നമ്മളൊരു കാര്യം ജീവിതത്തിൽ ചെയ്താൽ അത് നമ്മുടെ ഹാബിറ്റായി മാറുമെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ 21 days ചെയ്തു. ഇന്ന് അവസാനിക്കുന്നത്. നാളെ തൊട്ട് ഞാൻ എനിയാഗ്രാമിന്റെ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുകയും ചെയ്തു. താങ്ക് യു സിമാറ്റ്. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്. അതുപോലെ ഈ കേരളത്തിൽ നിന്നുള്ള ഈ ഒരു 200 പേരോടൊപ്പം ഒന്നിച്ചുള്ള ഒരു യാത്ര, അത് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഓരോരുത്തർ പറയുന്ന എക്സ്പീരിയൻസും അവരുടെ തമാശയും ഒക്കെ എല്ലാവരെയും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരോടൊക്കെ ഒരു ഇഷ്ടം, സ്നേഹമൊക്കെ മനസ്സിൽ തോന്നിയ ഒരു ട്രെയിനിങ് ആണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു ടീച്ചർ. നമസ്കാരം സാർ. നമസ്കാരം ടീച്ചർ, പറയൂ. ഞാൻ അഖില, GVHSS മുട്ര, കൊല്ലം. സാർ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പങ്ക്ച്വാലിറ്റിയാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരു 7:25 കഴിയുമ്പോഴാണ് മിക്കവാറും ഞാൻ 7:25, 7:28 ഞാൻ കയറാറുള്ളത്. അപ്പൊ തന്നെ നമ്മുടെ മീറ്റ് തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാം സാറ് കറക്റ്റ് 7:30 എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ സോണി സാറ് വന്നിട്ട് അത് തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു കാര്യത്തിൽ സാറിന് ഒരു ബിഗ് സല്യൂട്ട് തരേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ ആ പങ്ക്ച്വാലിറ്റിക്ക് അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് തന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആർപിമാരും 20 ദിവസവും ഉണ്ടായിരുന്നവര് എല്ലാവരും അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആർപിമാരെയാണ് നമുക്ക് തന്നത്. നമുക്ക് എത്ര ഫ്രീ ആയിട്ട് നമുക്ക് അവരോട് എല്ലാ കാര്യങ്ങളും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും നമുക്ക് പറ്റി. നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നന്നായിട്ട് നമുക്ക് ഉള്ള സംശയങ്ങൾ തീരത്തക്ക രീതിയിൽ തന്നെ നമ്മളുടെ കാര്യങ്ങൾ, അത് ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ തന്നെ മറ്റ് അധ്യാപകരെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ അവര് ചെയ്തിട്ടുള്ളതും ഇനി അവരുടെ ഐഡിയാസും എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റി. അത് കുറേ അധികം അനുഭവങ്ങൾ ഇപ്പൊ ഇതിലൂടെ കിട്ടി. പിന്നെ ഒരുപാട് സ്കൂളുകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വീഡിയോ ആയിട്ടും ഒക്കെ കാണിച്ചത് വഴി നമുക്ക് ഇങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയ അറിവായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചറിവ് തന്നെയായിരുന്നു. അപ്പൊ നമുക്കും എന്തെങ്കിലും നമ്മുടെ സ്കൂളിൽ ഇനിയും അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിലും 4 ദിവസം തിരുവനന്തപുരത്ത് വന്ന് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ പല സെക്ഷനായിട്ടാണ്. ഈ മൊത്തം ആളുകളെയും നമുക്ക് കാണാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാനോ ഒന്നും പറ്റാറില്ല, പല സെക്ഷൻ ആയതുകൊണ്ട്. പക്ഷെ ഈ ഇതിനകത്ത് വന്നപ്പോഴേക്കും ഈ കേരളത്തിലെ മുഴുവൻ കരിയർ മാസ്റ്റർമാർ ഒരേ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് തന്നെ ഇത്രയും പേര് അവരുടെ അനുഭവങ്ങൾ അവര് നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും, ഇപ്പം പേര് എടുത്തു പറയേണ്ട തന്നെ നമ്മുടെ ബിജു സാറിന്റെ കാര്യമാണ്. സാർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി, ഇപ്പൊ സത്യം പറഞ്ഞാൽ സാറിന്റെ പേര് കേട്ടപ്പോൾ സാറിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത്രയും ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആദ്യമൊക്കെ ആശങ്കയോടെ ആയിരുന്നു ഇതിനകത്ത് വന്നിരുന്നത്. എങ്ങനെയാ ഇത്, എന്തായിരിക്കും, ബോറായിരിക്കുമോ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ ഈ സമയമല്ലേ എന്നെല്ലാം ഉള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ ദിവസം, ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പം തന്നെ
മനസ്സിലായി. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ, ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാന്റെ കാര്യമാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പോയിട്ട് ചോദിച്ചു, നമ്മുടെ സ്കൂളിൽ ഈ സംഭവം ഉണ്ടോ, എങ്ങനെയാണ്, എന്താ കാര്യം എന്ന് അറിയുന്നത് കൂടി ഈ സമയത്താണ്. ഒരുപക്ഷെ എന്റെ അറിവില്ലായ്മയായിരിക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു. പിന്നെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി, വളരെ നല്ലതായിരുന്നു. പിന്നെ ഒരു അഭിപ്രായം ഉള്ളതെന്ന് വെച്ചാൽ, നമുക്കിത് കുറച്ചും കൂടി ഇത്രയും ദൈർഘ്യം 2 മണിക്കൂർ പോയത് അറിഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മൾ പലരും സൂചിപ്പിച്ചു, ഇത്രയും നേരം ആവുമ്പോൾ നമ്മള് എല്ലാ ദിവസത്തെയും ഒരു പീക്ക് ടൈമാണ് വീട്ടിൽ വന്ന സ്ത്രീകളെ സംബന്ധിച്ച് 7:30 മുതൽ 9:30 വരെ എന്നുള്ള സമയം. ആ സമയത്ത് നമ്മള് സത്യം പറഞ്ഞ എന്റെ ഒരു രീതി അനുസരിച്ച് എനിക്ക് ഇവിടെ ഇരുന്ന് ഇത് കേട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. വേറെ എല്ലാവരും ചെയ്യുന്ന പോലെ മൾട്ടി ടാസ്കിങ് കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എഴുന്നേറ്റ് പോയി വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിലെ ശ്രദ്ധ ഉണ്ടാവുള്ളൂ, ഇതിലെ ശ്രദ്ധ ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ ഇരുന്നെങ്കിൽ പോലും വളരെ നല്ല അനുഭവമായിരുന്നു. എല്ലാവർക്കും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം ടീച്ചർ, പറയൂ. എൻ്റെ പേര് ബിൻസി കോശി, MTVHS കുന്നം, വെച്ചൂച്ചിറ, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ഈ 21 ദിവസത്തെ ക്ലാസ് എല്ലാ ടീച്ചേഴ്സും പറഞ്ഞ പോലെ എല്ലാ കരിയർ മാസ്റ്റർമാരെയും ഒരുമിച്ച് കണ്ട് അനുഭവിച്ച് എടുത്തൊരു ക്ലാസ് പോലെ തന്നെ ഫീൽ ചെയ്തു. നമുക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ കുറച്ച് പേരെ മാത്രം കണ്ടു, പക്ഷെ ഇത് മുഴുവൻ പേരെയും ഒരുമിച്ച് കണ്ടു. സിജി ടീച്ചറൊക്കെ പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയത് ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഇത് ഫീൽ ചെയ്യുന്നു. ഞാൻ സ്കൂളിൽ പറയുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിന് ഇങ്ങനെ എനിക്ക് പോണ 7:30 ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ടീച്ചർ ഇരിക്കുവാ 2 മണിക്കൂർ. ഞാൻ പറഞ്ഞു, ഇല്ല ടീച്ചറെ, ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൃത്യം 7:30 9:30 വരെ ഫുൾ ടൈം. ഏതായാലും ഒരു കറണ്ടിന്റെ അങ്ങനത്തെ വീട്ടിലാണെങ്കിലും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നുകൊണ്ട് 1 മിനിറ്റ് പോലും കളയാതെ മുഴുവൻ ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും സന്തോഷമാണ്. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടുന്നത്. നമ്മുടെ സ്കൂളിനെ ഒരു നല്ല നിലയിൽ ഐഡിയൽ സ്കൂളാക്കാനുള്ള ഈ സിമാറ്റ് ഈ തെരഞ്ഞെടുത്ത ഈ ടോപ്പിക്കുകൾ എത്ര ക്രമീകൃതമായിട്ട് അടുക്കിയാണ് ഇത് ക്രമീകരിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ ഹെഡിങ്ങുകൾ കാണുമ്പോൾ ഞാൻ ഓർക്കും, ഇന്നത്തെ ക്ലാസ് ഇന്നലത്തെ പോലെ തന്നെ ഓവർലാപ്പ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു RPമാർ പോലും ഒരു ക്ലാസ് പോലും ഓവർലാപ്പ് ചെയ്യാതാണ് അവരുടെ ടോപ്പിക് അവതരിപ്പിച്ചതും ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതും. അതെനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇത് ആരും തമ്മിൽ ക്ലാസ്സുകൾ കേൾക്കുന്നില്ലെങ്കിൽ പോലും ഈ ഐഡിയാസ് എല്ലാം, അതുകൊണ്ട് സ്കൂളിലെ വ്യത്യസ്തമായ എല്ലാ മേഖലയിലൂടെ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. അതാണ് ഏറ്റവും സന്തോഷം. അത് ഒരു സ്കൂളിലെ ഒരു ഞങ്ങളെ ടീച്ചേഴ്സിന് അത് ഏറ്റവും പ്രയോജനമാണ്. എനിക്ക് സത്വത്തെ തിരിച്ചറിയുക, അതും ഈ വിവിധ ഭിന്നശേഷികളുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്നു, ഇനി എനിക്ക് എത്രയും ഞാൻ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ലെവല് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ 21 ദിവസത്തെ ക്ലാസ്സാണ്. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വിഷമം, ഇതിപ്പോ ഈ 21 ദിവസത്തെ ക്ലാസ് ഇന്ന് തീരുന്നല്ലോ എന്നുള്ളൊരു വലിയ വിഷമവും എൻ്റെ മനസ്സിലുണ്ട്. കാരണം വളരെ കൃത്യമായിട്ട് നല്ല ഒരു ഇൻഫർമേഷൻ, ഒരു 2 മണിക്കൂർ ഒരു സീരിയൽ നമ്മൾ വെറുതെ കണ്ടിങ്ങനെ സമയം കളയുന്നതിനും ഇങ്ങനെ ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തീർന്നു പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് സത്യത്തിൽ. കുറെ വല്ലപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരു 2 ദിവസത്തെ ക്ലാസ് എങ്കിലും വെച്ച് തരുവാണെങ്കിൽ സീമാറ്റിങ് തന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല RPമാരെ ഞങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തതിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാ RPമാരുടെയും ക്ലാസ് ഒന്നിനൊന്ന് മെച്ചം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ ചെന്ന് എന്നും പറയും, അന്നേരം അവർ തന്നെ അതിശയിച്ചാണ് ഈ ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഇത്രയും നല്ല RPമാരെ ക്രമീകരിച്ച് തന്ന നല്ല ഒരു കോഴ്സ് ഞങ്ങൾക്ക് തന്ന സീമാറ്റിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഹലോ, പറഞ്ഞോളൂ ടീച്ചർ. സാർ, ഞാൻ വള്ളക്കടവ് സ്കൂളിൽ നിന്നും തിരുവനന്തപുരത്ത് വള്ളക്കടവ് സ്കൂളിൽ നിന്ന് അനുപമ ടീച്ചറാണ്. സാർ, സിമാറ്റിന്റെ എല്ലാ ക്ലാസ്സുകളും തന്നെ നല്ല ക്ലാസ്സുകളായിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ചില ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുന്നത്, പൊതുവേ ട്രെയിനിങ് നമ്മുടെ വെക്കേഷൻ ടൈമിലാണല്ലോ. അപ്പോൾ ഈ 20 ദിവസത്തെ 2 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സുകൾ വെക്കേഷൻ ടൈമിൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എല്ലാം വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും കുറച്ചും കൂടി മാനേജ് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നൊരു തോന്നലുണ്ട്.
ആ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ സാർ. എന്തായാലും ഇത്രയും നല്ല, പിന്നെ യൂട്യൂബിലാണെങ്കിലും നമുക്ക് ഈ മിസ്സായ ക്ലാസ്സുകൾ വീണ്ടും കാണാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് കാരണം മിസ്സായ ക്ലാസ് നമുക്ക് ഒന്നും കൂടി ആണെങ്കിലും പലർക്കാണെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഈ ഒരു സമയം നമുക്ക് 7:30 മുതൽ 9:30 വരെ എന്നുള്ള രാത്രി സമയം, പ്രത്യേകിച്ച് അടുത്ത ദിവസം സ്കൂളിലും പോകേണ്ടത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് വെക്കേഷൻ ടൈമിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുമായിരുന്നു എന്നൊരു സജഷൻ സാർ. താങ്ക് യു. ഓക്കെ ടീച്ചർ, ഇനി ആരെങ്കിലും അഭിപ്രായം പറഞ്ഞോളൂ ടീച്ചർ, പറഞ്ഞോളൂ. സാറേ, രചന, GVHSS വെള്ളനാട്, തിരുവനന്തപുരം ജില്ലയാണ്. അപ്പൊ ഞാൻ 21 ദിവസത്തെ ക്ലാസ്സും 20 ദിവസത്തെ ക്ലാസ്സും വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കുകയും എനിക്ക് വളരെയധികം എൻജോയ് ചെയ്ത 20 ദിവസങ്ങളായിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ സ്കൂളിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. എനിക്ക് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിയത് ഈ ക്ലാസ്സുകളിലൂടെയാണ്. കാരണം വെച്ചാൽ 2 വർഷം സ്കൂളിലെ VHSE സെക്ഷന്റെ SRGയുടെ ചാർജ് എനിക്കായിരുന്നു. പക്ഷേ എങ്കിലും അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇത്രയും എഫക്റ്റീവ് ആണ്, ഇത് ചെയ്യേണ്ടതാണ് എന്നൊരു വ്യക്തമായ ഒരു ഐഡിയ ഇതിലൂടെയാണ് കിട്ടിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഹൗസ് വിസിറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത വളരെയധികം ബോധ്യമായൊരു ക്ലാസ്സുകളായിരുന്നു. അപ്പൊ അത് ഇത്തരം കാര്യങ്ങൾ ഞാൻ സ്കൂളിലും ഷെയർ ചെയ്യുകയും ചെയ്തു. നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയ സെക്ഷൻസ് ആയിരുന്നു. ഇതിന് ഈ ക്ലാസ് അറേഞ്ച് ചെയ്ത സിമാറ്റ് കേരളയ്ക്കും VHSE ഡയറക്ടറിനും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കും. ഓക്കെ ടീച്ചർ. ഹലോ സർ. പറഞ്ഞോളൂ സാർ. നമസ്കാരം. ഞാൻ ബേബി സുമതി, കാസർഗോഡ് GVHS ഇരിയണിയിൽ വർക്ക് ചെയ്യുന്നു. സിമാറ്റ് നടത്തിയ ഈ സെഷൻ വളരെ നല്ലതായിരുന്നു. എല്ലാ ദിവസവും 7:15 തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 ദിവസം, അതായത് അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ ആ സെഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മഴ കാരണം നെറ്റ് ഇതായതുകൊണ്ട്. നല്ല സെഷനായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരുടെയും അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ നിന്നും നമ്മളെ സ്വയം വിലയിരുത്താനും നമുക്ക് ഇനി എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാക്കേണ്ടതെന്നും മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്ലാസ്സിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാവരുടെയും മുഖം ഇങ്ങനെ കാണുന്നത് പോലെ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നിച്ച് കണ്ട ഒരു പ്രതീതി പോലെയാണ് നമുക്ക് ഉള്ളത്. ഇന്ററാക്ഷൻ സെഷനാണ് ഏറ്റവും ഒന്നുകൂടി നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഓൺലൈൻ ആകുമ്പോൾ ഇന്ററാക്ഷൻ കുറഞ്ഞ സെഷൻ ആകുമ്പോൾ അത്ര ഒരു നമുക്ക് ക്ലിയർ ആവുന്നത് കുറവായിരിക്കും. പക്ഷെ ഇന്ററാക്റ്റീവായ സെഷൻ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവരെയും ഹാപ്പി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുകയും നല്ല ഇഫക്റ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും സിമാറ്റ് നടത്തിയ ഈ ഒരു പ്രോഗ്രാം വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിലുള്ള ക്ലാസ് നമുക്ക് കിട്ടട്ടെ എന്നും ഇപ്പോൾ കിട്ടിയ ഈ ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ സ്കൂളിനെ മികച്ച ഒരു വിദ്യാലയമാക്കി തീർക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. ഹലോ സാർ, കേൾക്കാമോ? ഞാൻ എറണാകുളം ജില്ലയിലെ മണിയുടെ VHSലെ അധ്യാപകനാണ്. പേര് അജേഷ്. ക്ലാസ്സുകൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം എങ്ങനെ നമ്മുടെ ഒരു വിദ്യാലയത്തെ മികവിലെത്തിക്കാമെന്നും അതിനുവേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാമെന്നും എന്നതിലുപരി നമ്മൾക്കും എങ്ങനെ മികവിലോട്ട് എത്തിച്ചേരാം എന്നതിനെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. ശരിക്കും ക്ലാസ്സുകളെല്ലാം തന്നെ നല്ലതായിരുന്നു. പിന്നെ അതുപോലെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ടൈം ഷെഡ്യൂൾ ഇച്ചിരി കട്ടിയായിപ്പോയി. കാരണം ഒരു 8 മണിക്കൂറോളം ജോലിക്ക് ശേഷം തിരിച്ചെത്തിയിട്ട് നമ്മൾ ആ ഒരു പീക്ക് ടൈമിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രെയിനിങ് സീമ ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു 4 ദിവസത്തെ ട്രെയിനിങ് ആണ്. ഒരു ദിവസത്തെ ട്രെയിനിങ് കട്ട് ചെയ്ത് ഓഫ്ലൈൻ മാറ്റി ഓൺലൈൻ ആക്കുകയാണെന്ന്. എന്നിരുന്നാലും ഇതൊരു ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. കാരണം പല കാര്യങ്ങളിലും നമ്മൾ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫാമിലിയുടെ ആണെങ്കിലും സ്കൂൾ സംബന്ധിച്ച പ്രത്യേക പ്ലാനിങ്ങിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് പറയാനുള്ളത് സിമാറ്റിന്റെ സോണി സാറിനോടും സിമാറ്റിലെ എല്ലാവരോടും തന്നെയാണ്. ഇങ്ങനെ ഒരു പരിപാടി ഇത്രയും പേരെ ഒരു പ്ലാറ്റ്ഫോമിൽ കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്ന് വളരെ എഫക്റ്റീവായി ക്ലാസ്സുകൾ നൽകി അത് കറക്റ്റായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ തീർത്ത് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ്. അപ്പോൾ അതവർ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അതിനെപ്പോഴും അവർ അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതുപോലെ പറയാനുള്ളത്, ഇപ്പോൾ ഫിൻലാൻഡ് മോഡലും ഒക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ കൂടി നമ്മളുടെ പ്രാദേശികമായതും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ രീതിക്ക് അനുസരിച്ച് അത് മോൾഡ് ചെയ്ത്
അങ്ങനെ ജസ്റ്റ് നമ്മളൊരു ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള രീതിയിലും കൂടി കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇത് ഫലപ്രദമായിട്ട് നമ്മുടെ കുട്ടികളിൽ എത്തുകയും അതുപോലെ തന്നെ സമൂഹത്തിലെ കുട്ടികളെ കൊണ്ട് നല്ലൊരു സേവനം ചെയ്യാനും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇതൊരു VHS സംബന്ധിച്ചല്ല, സ്കൂളുകളിലൊക്കെ തന്നെ ഇപ്പൊ കായികമായും കലാപരമായും ഒക്കെ മികവ് പറയുന്നുണ്ട്. പക്ഷേ പലയിടത്തും അധ്യാപകരുടെ കുറവുകളുണ്ട്. ഇപ്പൊ തന്നെയാണെങ്കിലും സിലബസിൽ കലയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ അങ്ങനെ സ്കിൽഡായ ആളുകളെ അതിലോട്ട് എത്തിച്ച് നമ്മുടെ കുട്ടികളിലെ മികവുണ്ടാക്കേണ്ടതുണ്ട്. ശരിക്കും ഒരു അധ്യാപകൻ എന്നൊരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് കിട്ടി, പുതിയൊരു വിഷൻ കിട്ടി. ഏതായാലും താങ്ക് യു. ഓക്കെ സാർ. സാർ കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞു. സാർ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വലപ്പാട് നിന്ന് അരുൺ എന്നാണ് പേര്. ഞാൻ തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ് CGCCയുടെ. അപ്പൊ ഞാൻ തൃശ്ശൂര് നമ്മൾ അഭിപ്രായങ്ങളൊക്കെ ഇതിന് ക്ലാസ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ കളക്ട് ചെയ്തിരുന്നു. ക്ലാസ് തുടങ്ങിയതിന് ശേഷം കൃത്യമായി കളക്ട് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എങ്കിൽ പോലും നമ്മുടെ അവിടെ നിന്ന് ഒരു ടീച്ചർ റെസ്പോൺസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ടൈമിന്റെ പ്രശ്നം എല്ലാവരും പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ 90% നമ്മുടെ കരിയർ മാസ്റ്റേഴ്സും പറഞ്ഞൊരു പ്രോബ്ലം ഈ ടൈമിംഗ് എന്നുള്ളത് തന്നെയായിരുന്നു. 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 7:30 തൊട്ട് 9:30 വരെ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ നേരത്തെ സാർ പറഞ്ഞ ഒരു പീക്ക് ടൈമാണ്. ആ ടൈമിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഒരു സെഷൻ വേണമെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് നടത്തി ഈ ഒരു അവർ 4-5 ദിവസമായിട്ട് ചെയ്താലും എല്ലാവരും വരാൻ റെഡി ആയിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഷെയർ ചെയ്തിരുന്നു. അത് ഇപ്പൊ ഒന്ന് ഷെയർ ചെയ്യാണ്. ഒപ്പം തന്നെ ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഞങ്ങളുടെ ഒരു തൃശ്ശൂര് ജില്ലയുടെ ഒരു എന്താണ് ഒരു പോസിറ്റീവ് ഇത് കിട്ടിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങി ജില്ലകളെ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോം തന്നെ ഈ വാട്സാപ്പിൽ ഉണ്ടാക്കി. അതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ ഓരോ ദിവസത്തെ ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ടീച്ചേഴ്സും ഈ ഓൺലൈൻ മീറ്റിൽ പങ്കെടുത്ത തൃശ്ശൂർ ജില്ലയുടെ എല്ലാവരും തന്നെ അവരവരുടെ കാര്യങ്ങൾ നമ്മളെ വളരെ രസകരമായിട്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം. ഒപ്പം നടന്നിരുന്നു. മൈക്ക് ഓപ്പൺ ആക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അവരെല്ലാവരും നമ്മുടെ തൃശ്ശൂർ ഗ്രൂപ്പിൽ സജീവമായിട്ട് ഇതിലൊരു കൂടെ പങ്കെടുത്തു. ഇത്തരം ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഷെയർ ചെയ്തിരുന്നാൽ പോലും അവര് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഷെയറിങ്ങിന്റെ സമയത്ത് അവർ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടത്. അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലൊന്ന് ഷെയർ ചെയ്തതാണ്. ഒപ്പം എല്ലാ ക്ലാസ്സുകളും ഒന്നിനൊന്ന് മികച്ചത് തന്നെയായിരുന്നു എന്നാണ് അഭിപ്രായം. 1-2 ക്ലാസ്സുകൾ നേരത്തെ കേൾക്കുന്നുണ്ടോ സാറേ? കട്ടാവുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. സാർ അവിടെ മഴയുടെ ചെറിയ പ്രശ്നമാണ്. അപ്പൊ എല്ലാവരെയും ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ വിവിധ പേരുകൾ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റി. അവരെ പറ്റിയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ ക്ലാസ്സുകളും മികച്ചത് തന്നെയായിരുന്നു. എന്നിരുന്നാലും നല്ലൊരു വിഷമം ഈ സമയത്ത് ഷെയർ ചെയ്തിരുന്നു. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സിമാറ്റിന് തൃശ്ശൂർ ജില്ലയുടെ പേരിൽ, തൃശ്ശൂർ കരിയർ മാസ്റ്റേഴ്സിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും പറയുന്നു. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു സർ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ VHSCയിലെ ഷെമിയാണ്. അപ്പം ഇത്ര നേരം പറഞ്ഞ അതേ അഭിപ്രായങ്ങൾ തന്നെയാണ്. വളരെ എഫക്റ്റീവായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് സിമാറ്റ് കേരള നമ്മൾ കരിയർ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയത്. ഓരോ സെഷനും വളരെ മികച്ചതായിരുന്നു. അതേപോലെ RPമാർ ആണെങ്കിലും വളരെ, ഇപ്പൊ ലാസ്റ്റ് ഡേ എടുത്ത സാറിന്റെ ക്ലാസ് ആണെങ്കിൽ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. സാർ ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു ലൈവ് എക്സാമ്പിൾ തന്നെയായിരുന്നു സാർ. സാർ ഒരു ഭയങ്കര പ്ലീസിങ് ആയിട്ട് എത്ര നേരം ആര് സംസാരിച്ചാലും അതെങ്ങനെയാണ് സാർ അത് കൊണ്ടുപോകുന്നുള്ള ശരിക്കും കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു ലാസ്റ്റ് 2 ഡേയ്സിന്റെ ക്ലാസ്സുകൾ. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും വലിയ വിജയം എന്ന് എനിക്ക് തോന്നുന്നത് പാർട്ടിസിപ്പൻസിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. എല്ലാവരും വളരെ എന്താ പറയാ ക്രിയേറ്റീവായിട്ടും ആക്റ്റീവായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതിനുള്ള ഒരു പ്രധാന കാരണം ഈ പ്രോഗ്രാമിന്റെ കൃത്യതയോടെയുള്ള ഒരു പ്ലാനിങ് ആണ്. സിമാറ്റിന്റെ ഒരു ശക്തമായ മൊഡ്യൂളും അതേപോലെ കൃത്യതയോടുള്ള ഒരു പ്ലാനിങ്, ടൈം പങ്ക്ച്വാലിറ്റി, ഇതൊക്കെ ആയിരിക്കും. എന്തൊക്കെ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളൊരു തോന്നല് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്
വളരെ താല്പര്യത്തോടു കൂടി ഓരോരുത്തരും കടന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ട്രെയിനിങ് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതേപോലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിമാറ്റിനും VHSC ഡയറക്ടറേറ്റിനും CGCC ജില്ലാ നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ സന്തോഷ് സാറിനും എല്ലാവർക്കും, അതേപോലെ എൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു കരിയർ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ജില്ലയിലുള്ള എല്ലാ കരിയർ മാസ്റ്റേഴ്സിനും ഒരുപാട് നന്ദിയായിരിക്കുന്നു. അവരുടെ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് കേൾക്കാനും അതൊക്കെ ഒരു തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ ടീച്ചർ. ഹലോ സാർ. ഹലോ സാർ, ഞാൻ തലവടി സ്കൂളിൽ നിന്ന് ശ്രീരഞ്ജിനി ടീച്ചറാണ്. ഈ പരിശീലന പരിപാടിയുടെ അറിയിപ്പ് കിട്ടിയപ്പോൾ വളരെയധികം ആശങ്കയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ കോർഡിനേറ്റർ സലിൽ സാറിനോട് ഞാനത് പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ആ ആശങ്കകളെല്ലാം ദൂരീകരിക്കാൻ കഴിഞ്ഞു. കാരണം വളരെ പ്രയോജനപ്രദമായ ക്ലാസ്സുകളായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് 7 മുതൽ ഉള്ള ആ കാത്തിരിപ്പ്. അതായത് ഈ 2.5 മണിക്കൂറോളം നമ്മൾ ഏത് ക്ലാസ്സും, അതായത് വളരെ നല്ല ഒന്നിനൊന്ന് മെച്ചമായ ക്ലാസ്സുകളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരായ കരിയർ മാസ്റ്റർമാർ എത്രയെത്ര അതായത് വളരെ കഴിവുള്ളവരാണെന്ന് മനസ്സിലായ ഒരു സെഷൻ കൂടിയായിരുന്നു ഈ ട്രെയിനിങ് പ്രോഗ്രാം. പിന്നെ വീണ്ടും തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിയ പോലെ ഒരു സന്തോഷമായിരുന്നു സോണി സാറിനെയൊക്കെ കണ്ടപ്പോൾ. പിന്നെ അതുപോലെ സാറിന്റെ ആ ടൈം മാനേജ്മെന്റ് സാർ എത്ര നന്നായാണ് വിനിയോഗിക്കുന്നത്. ഇപ്പൊ ഇതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയ സിമാറ്റിനും അതുപോലെ ഡയറക്ടറേറ്റിനും എന്റെ എല്ലാ കരിയർ മാസ്റ്റർ കൂട്ടുകാർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ടീച്ചർ, ഇനി ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? സർ നമസ്കാരം. എന്റെ പേര് അനൂപ്. ഞാൻ കോട്ടയം വെളിയന്നൂർ വന്ദേമാതരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അപ്പൊ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫങ്ഷണൽ സ്കൂൾ ലീഡർഷിപ്പ് സത്യത്തിൽ ഒരു സ്കൂൾ ഹെഡ് ആയ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് ആവാനായിട്ട് ഭാവി സ്കൂൾ ഹെഡുകളായിട്ടുള്ള വ്യക്തികൾക്ക് പ്രചോദനം നൽകുന്ന വളരെ മഹത്തരമായ ഒരു കോഴ്സ് തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 21 ദിവസമായിട്ട്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോഴ്സ് ആവിർഭാവം ചെയ്ത് നമുക്ക് നൽകിയ VHSC ഡിപ്പാർട്ട്മെന്റും CGCC ഡിപ്പാർട്ട്മെന്റും സർവോപരി നമുക്കിത് കണ്ടക്ട് ചെയ്ത് നടത്തിയ സിമാറ്റിനുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ്. സിമാറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പ് 4 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ സിമാറ്റിന്റെ കോഴ്സിന്റെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും സൂപ്പർബാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും അത് അനുഭവിച്ചതാണ്. ഇത്തവണത്തെ ഓൺലൈൻ ക്ലാസ്സിലും പല ടീച്ചേഴ്സും പറഞ്ഞതുപോലെ വളരെ നല്ല റിസോഴ്സ് പേഴ്സൺസിനെ തന്നെ ശരിയായ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനും പിന്നെ റിസോഴ്സ് പേഴ്സൺസിന്റെ അറിവിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഉള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചുള്ള ചർച്ചകളും അവരുടെ അഭിപ്രായങ്ങളും മറ്റ് ചർച്ചകളും എല്ലാം നമുക്ക് ഗുണകരമായിട്ട് തന്നെ ഭവിക്കുകയുണ്ടായി. പിന്നെ കുറച്ചുകൂടെ ഒരു ശരിക്കും നമ്മൾ ഓരോരുത്തരും വരുന്നത് നമ്മളൊരു അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് എപ്പോഴും നമ്മൾ ഏത് പ്രോഗ്രാമിനും വരുന്നത്. അപ്പം നമുക്കറിയാം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സബ്ജക്റ്റുകൾ കുറച്ചുകൂടെ സിലബസ് ഉള്ളതും ഡെപ്ത് ഉള്ളതും ആയതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കൺവേ ചെയ്ത് തീർക്കാൻ പലപ്പോഴും സാധിക്കാത്തതിന്റെ അങ്ങനെ ഒരു അധ്യാപകനായിട്ടാണ് ഓരോ സബ്ജക്ട് അധ്യാപകരായിട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു ഉദ്ദേശം ഒരു സബ്ജക്ട് അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി ഒരു സ്കൂൾ ലീഡർ എന്നുള്ള മറ്റൊരു ഒരു പെർസ്പെക്റ്റീവിലെ കാര്യങ്ങൾ കാണാനായിട്ട് നമ്മളെ ഇത് സഹായിക്കുകയുണ്ടായി. പിന്നീട് പലപ്പോഴും നമുക്ക് ചിലപ്പം ചില സെഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ കൂടുതലും ഒരു സ്കൂൾ ലെവലിൽ അതായത് ഹൈസ്കൂൾ വരെയുള്ള രീതിയിൽ പലപ്പോഴും ചിന്തിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തോന്നിയാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ നമ്മുടെ ഒരു ഫോക്കസ് തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷനും അക്കാഡമിക്സിനും കുറച്ചുകൂടെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി അതിനകത്ത് വരികയുണ്ടായി. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ വാലിഡ് ആണ് താനും. പിന്നീട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഓൺലൈൻ രീതിയിൽ ഇത്രയും കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ സിമാറ്റിന് സാധിച്ചു. പക്ഷെ ഓൺലൈൻ എന്നുള്ള രീതിയിൽ നമുക്കും ഈ പറഞ്ഞ പോലെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് പലപ്പോഴും ഈ ഈവനിങ് ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ഈ 7:30 to 9:30 ആ ഒരു റേഞ്ച് വരുമ്പോഴത്തേക്കും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും തന്നെ പരമാവധി അല്ലാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അല്ലാത്ത രീതിയിൽ ഇതൊരു ഓഫ്ലൈൻ ആയ രീതിയിൽ കണ്ടക്ട് ചെയ്താൽ ഒരു പക്ഷേ 2 ദിവസമോ അല്ലെങ്കിൽ ഈവൻ 3 ദിവസമായിട്ട് കണ്ടക്ട് ചെയ്ത് കുറച്ചുകൂടെ ഇൻഫർമേറ്റീവും കുറച്ചുകൂടെ ഒരു ഇന്ററാക്റ്റീവുമായി മാറ്റമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ഇതിനോടൊപ്പം ഷെയർ ചെയ്യാണ്. പക്ഷെ എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും ഓൺലൈൻ ക്ലാസ്സിന് കാരണം ഇത് വേറൊരു രീതിയിലോ വേറൊരു ഏജൻസി നടത്തിയാലോ ഒരു പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടക്കുമായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. ഓവറോൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ സാർ, 1-2 പേർക്ക് കൂടെ അഭിപ്രായം പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട
ഡെപ്യൂട്ടി ഡയറക്ടർ സാർ നമ്മുടെ മുമ്പ് ഉപയോഗിച്ചുള്ള സാർ അവരിലേക്ക് പോകാം. സാർ. പറഞ്ഞോളൂ സാർ നമസ്കാരം. ഞാൻ സോണിയ. സോണിയ ടീച്ചർ. ഹലോ സാർ, ഞാൻ സോണിയ ടീച്ചറാണ്. പാലക്കാട് GVHSS ബോയ്സ് ചിറ്റൂരിലെ ടീച്ചറാണ്. സാർ, ഇതില് എല്ലാ ദിവസവും 21 ദിവസവും ഒരു 7 മണിയാകുമ്പോഴേക്കും കയറി വാട മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സോണി സാറ് കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ 10-200 പേർക്ക് 300 പേർക്ക് വേണ്ടിയിട്ട്. അതിന് സാറിന് വലിയൊരു ബിഗ് സല്യൂട്ട്. പിന്നെ സത്യത്തില് ഈ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ എത്രമാത്രം പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ചില സന്ദർഭങ്ങളിലെല്ലാം തോന്നുന്ന ബുദ്ധിമുട്ടുകൾ, ഇത്രയും കേരളത്തിൽ മൊത്തം ഇത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഇത്രയും പേര് നമ്മുടെ കൂടെ ഒരുമിച്ചുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു പവറാണ്. അതിന് അത് ഇപ്പോഴും തുടർന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബിജു സാറിനെ പോലെയുള്ളവരൊക്കെ ഞങ്ങളുടെ സ്കൂളുകളിൽ ഓരോ ദിവസമൊക്കെ സന്ദർശിച്ചാൽ ഞങ്ങളുടെ മൊത്തം എല്ലാവർക്കും ഒരു എനർജി ആയിരിക്കും. സാറിനും സാറിന് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഷെയർ ചെയ്ത ഓരോരുത്തർക്കും ഒത്തിരിയേറെ നന്ദി. ഈ ക്ലാസ്സുകൾ ഒത്തിരി ഉപകാരപ്പെട്ടു സാർ. നമ്മളെ ഓരോ സബ്ജക്റ്റും നമ്മുടെ തിരക്കുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ എല്ലാം മറ്റേ ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അക്കാദമിക് പ്ലാൻ, അങ്ങനെ എന്തെല്ലാം പ്രൊജക്ടുകളാണ്, ഫണ്ടുകളാണ്, ഇങ്ങനത്തെ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രിൻസിപ്പൽമാരെല്ലാം നമ്മളെ ടീച്ചേഴ്സ് മാത്രമായിട്ട് നമ്മൾ സബ്ജക്റ്റും കാര്യങ്ങളുമായിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ അറിയപ്പെടാതെ പോയ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു സ്കൂളിനെ കുറിച്ചുള്ള ഒരു മൊത്തം ആശയങ്ങള് നമ്മുടെ ഹൃദയത്തിലേക്ക് തരാനായിട്ട് ഈ ക്ലാസ്സുകൾ സാധിച്ചു. പിന്നെ ഞാൻ 4 ദിവസത്തെ ട്രെയിനിങ്ങുകൾ നമ്മളിപ്പോഴും തിരുവനന്തപുരത്ത് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാ കരിയർ മാസ്റ്റർമാരും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരുടെ അനുഭവങ്ങളും പങ്കുവെച്ച് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തുപോലെ ഇപ്പൊ 21 ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുടുംബം പോലെ ആയതുപോലെയായിരുന്നു. അപ്പൊ അത് വലിയൊരു നന്മയായിട്ട് തോന്നുന്നു സാർ. പിന്നെ ഇതുപോലെ നമുക്ക് സബ്ജക്റ്റിലും ഇപ്പൊ ഞാൻ ഇതിൽ കൂടെ മനസ്സിലാക്കി നമ്മള് കുട്ടികളുടെ ഒരു ശേഷികളിൽ വ്യത്യാസം ഉള്ളതുപോലെ തന്നെ അധ്യാപകരായ നമ്മളിലും എല്ലാ ക്വാളിറ്റീസും എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും ഇല്ല. പക്ഷെ എല്ലാം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നഷ്ടമില്ലാതെ എല്ലാവർക്കും കിട്ടും എന്നുള്ളൊരു കാര്യം. അപ്പൊ ഒരു ഇന്ററാക്ഷന് ഭയങ്കരമായിട്ടൊരു ഗുണമുണ്ട്. എല്ലാവരുടെയും കഴിവുകളും കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മുടെ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. പിന്നെ എല്ലാവരും അഭിപ്രായം പോലെ തന്നെ 4 ദിവസത്തെ 3 ദിവസത്തെ ഒരു സെക്ഷൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനത്തെ ഒരു ക്ലാസ് അങ്ങനെ ഒരു താമസത്തോടു കൂടെ ആയിരുന്നെങ്കിൽ പരസ്പരം ഒന്നും കൂടെ നമ്മുടെ സംശയങ്ങളൊക്കെ ഇപ്പൊ സാറെ പോലുള്ളവരോടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട്. എന്നാലും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഓർത്ത്, മഴ പെയ്തിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടും കുറച്ച് സാർമാർ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ പിടിച്ചു നിന്നിട്ടും ഒക്കെ ആണെങ്കിലും ഈ ക്ലാസ്സിൽ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിച്ചു. എല്ലാവർക്കും അതിന്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ടീച്ചർ. സജീവ് സാർ. സാർ എൻ്റെ പേര് സജീവ്, അടൂർ വടക്കെടുത്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്. ആദ്യമായിട്ട് സോണി സാറിനും സീമാറ്റിനും ഒരു ബിഗ് സല്യൂട്ട്. എനിക്ക് തോന്നുന്നു സീമാറ്റിന്റെ ചരിത്രത്തിൽ പോലും ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു ലോങ് ടൈം ഒരു ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്തത്. അതും 2 മണിക്കൂർ ദൈർഘ്യമുള്ള ലോങ് ടൈം 20 ദിവസത്തെ ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ബിഗ് സല്യൂട്ട്. സീമാറ്റിന്റെ കേരളത്തിലെ തന്നെ അല്ല ഇന്ത്യയിലെ തന്നെ മികച്ച ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ടൈം ഷെഡ്യൂളിന്റെ കാര്യം എല്ലാവരും പറഞ്ഞു, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. വളരെ നല്ല സെക്ഷനുകളായിരുന്നു. പക്ഷേ ചില ദിവസങ്ങളൊക്കെ ഖേദപൂർവ്വം പറയട്ടെ, ചില ദിവസങ്ങളൊക്കെ മിസ്സായി. കാരണം മറ്റു പല സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് 1-2 ക്ലാസ്സുകളൊക്കെ ഇടയ്ക്ക് കണ്ടിന്യൂറ്റി കിട്ടാതെ പോയി. സീമാറ്റിന്റെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. എല്ലാ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ഓക്കെ സാർ, താങ്ക് യു. നമുക്ക് നമുക്ക് പിന്നെ ഇത് ഇവിടെ ഈ ഫീഡ്ബാക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് പോയിക്കൂടെ? പോവാം സാർ, പോവാം. ശരി. നമ്മൾ ഇത്രയും നേരം വളരെ വിശദമായി തന്നെ ഓരോരുത്തരും അവരവരുടെ ഒരുപാട് പേർ അല്ലെ, ഏകദേശം 1 മണിക്കൂറിലധികം 1.5 മണിക്കൂറോളം, ഏകദേശം 1.5 മണിക്കൂറോളം ഒരുപാട് ഈ CPFSL-നെ എങ്ങനെ അനുഭവിച്ചു എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം CPFSL-ന്റെ 4 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം നമ്മൾ ആദ്യം സംഘടിപ്പിച്ച ശേഷമാണ് നമ്മൾ ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് വന്നത്. മൺവടയിൽ നടന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങളോട് അറിയിച്ചിരുന്നതാണ് ഈ 21 ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമിന്റെ കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പലരും റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ കാര്യം കൂടെ സജസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിച്ചതാണ്.
റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് ശേഷം CPFSL നമ്മൾ സാധാരണ ആദ്യം 21 ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാം സംഘടിപ്പിച്ച ശേഷമാണ് റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്ക് പോവുക. പക്ഷെ നിങ്ങൾക്ക് നേരെ തിരിച്ചാണ് കിട്ടിയത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് എന്നതും ഇവിടെ പറഞ്ഞു. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ ആത്മാർത്ഥമായി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയിട്ട് സിമാറ്റിന്റെ അക്കാഡമിക് ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സാറിനെ ക്ഷണിക്കുക. സോണിമാഷെ, ജയപ്രകാശ് സാർ കയറിയിട്ടുണ്ടോ? ഇല്ല സാറില്ല. ജോയിൻ ചെയ്തിട്ടില്ല സാർ. ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് സോണി സാറ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഈ 21 ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമിൽ സജീവമായി പങ്കെടുത്ത എല്ലാ കരിയർ മാസ്റ്റർമാരോടുള്ള സിമാറ്റിൻ്റെ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. നിങ്ങൾ ഈ ഫീഡ്ബാക്ക് സെഷനിൽ നിങ്ങൾ പറഞ്ഞ ഒപ്പീനിയൻസ്, സജഷൻസ്, അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അതിൽ പിന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, ഇത്തിരി ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ സവിനയം സ്വീകരിക്കുകയാണ്. അത് ഭാവിയിലെ ഞങ്ങളുടെ ഈ ഓൺലൈൻ ക്ലാസ്സുകളും നമ്മുടെ CPFSL പ്രോഗ്രാമും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള ക്ലാരിഫിക്കേഷനൂടെ തരേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് ഈ പറയുന്ന സോണി സാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ലോജിക്കൽ സീക്വൻസ് എന്ന് പറയുന്ന ആദ്യം 21 ദിവസത്തെ അല്ലെങ്കിൽ 20 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുക, അതിന് തുടർച്ചയായിട്ട് പിന്നെ റെസിഡൻഷ്യൽ പരിശീലനം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്കൽ സീക്വൻസ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കരിയർ മാസ്റ്റർമാർക്ക് ആദ്യം റെസിഡൻഷ്യൽ പ്രോഗ്രാം നൽകുകയും പിന്നീടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ നൽകാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊരു ലോജിക്കലി അതിനകത്തൊരു പിന്നെ അത്ര ഒരു പോസിറ്റീവായ കാര്യമല്ലെങ്കിലും നമുക്ക് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. പിന്നെ ചില അധ്യാപകർ ഇതിൻ്റെ പിന്നെ ദൈർഘ്യം, അതായത് ഇതിൻ്റെ പിന്നെ ഇത് ഈ ഓൺലൈൻ പ്രോഗ്രാം തന്നെ 3 ദിവസത്തെ അല്ല 4 ദിവസത്തെ ഓഫ്ലൈൻ പ്രോഗ്രാമായി നടത്തുന്നതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒപ്പീനിയനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്കിതിന് ലഭ്യമാകുന്ന വിഭവത്തെക്കുറിച്ചുള്ള ഒരു ആലോചനയുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണ് ഈ പറയുന്ന 4 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്നുള്ളത്. നേരത്തെ നമ്മൾ 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു കരിയർ മാസ്റ്റർമാർക്ക് നൽകി വന്നിരുന്നത്. CPFSLൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1 ദിവസത്തോടെ ദീർഘിപ്പിച്ച് 4 ദിവസത്തെ പരിശീലനമാണ് നിങ്ങൾക്ക് ഓൾറെഡി നൽകിയത്. അപ്പോൾ ഈ ഓൺലൈൻ ഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകിയ ക്ലാസ്സുകൾ കൂടി ഓഫ്ലൈനായി നൽകിയാൽ കൂടുതൽ മെച്ചപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ അതിന് നമുക്ക് അതിൻ്റെ ഉള്ള വിഭവമില്ല, സാമ്പത്തിക സ്ഥിതിയില്ല എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 1-2 ടീച്ചേഴ്സ് അത് എടുത്തു പറയുകയുണ്ടായി, ഈ പരിശീലനം എല്ലാ അധ്യാപകർക്കും കൊടുക്കണമെന്നുള്ള ഒപ്പീനിയനും ഞങ്ങൾ അതിനകത്ത് തീർച്ചയായിട്ടും കാര്യമുണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിൽ ഏതാണ്ട് 15,000-ൽ പരം പൊതുവിദ്യാലയങ്ങളുണ്ട്. അവിടെ ഏതാണ്ട് 5 ലക്ഷത്തോളം അധ്യാപകരുണ്ട്. ആ അധ്യാപകരെ മുഴുവനും നമ്മുടെ പരിശീലന പരിപാടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക വശം ഉണ്ട് അതിനകത്ത്. അതുപോലെ പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള HR മാത്രമാണ് സിമാറ്റിനുള്ളത്. അപ്പം ഞങ്ങളുടെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഇത് മുഴുവൻ പേർക്ക് ഈ പരിശീലനം കൊടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ നമ്മളൊരു 3 വർഷം കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 6,000 പേർക്ക് ഈ CPFSL പ്രോഗ്രാം കൊടുക്കണമെന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു 2,000 പേർക്ക് നമുക്ക് ഈ പരിശീലനം ഇപ്പോൾ ഏതാണ്ട് എത്തിച്ചേരുകയാണ്. ഇപ്പം നിങ്ങളുടെ പരിശീലനം കഴിയുമ്പോഴത്തേക്ക് 1,648 പേരുടെ പരിശീലനമാണ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ വർഷം ഈ നടപ്പ് വർഷം ഇത് കണ്ടിന്യൂ ചെയ്യും. ഈ വർഷം 2,000 പേർക്കൂടെ പരിശീലനം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ മുഴുവൻ അധ്യാപകർക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സിനും ഈ പരിശീലനം കൊടുക്കാൻ കഴിയുകയില്ല. ഇത് ഒറിജിനലി നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ പരിശീലനം നൽകിയിരുന്നത് സ്കൂൾ മേധാവികളായിട്ടുള്ള സ്കൂൾ ഹെഡ്സിനായിരുന്നു ഈ പരിശീലനം നൽകിയിരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് പിന്നെ സീനിയർ ടീച്ചേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് കരിയർ മാസ്റ്റർമാർക്കും ഈ പരിശീലനം നൽകി തുടങ്ങിയത്. അപ്പോൾ ഈ വർഷം നമ്മൾ സീനിയർ ടീച്ചേഴ്സിനോട് ഈ പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമാറ്റ് എപ്പോഴും നമ്മുടെ ഓൺലൈൻ ഘട്ടത്തിലോ ഓഫ്ലൈൻ ഘട്ടത്തിലോ ഒക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, സ്കൂൾ നേതൃത്വം എന്ന് പറയുന്നത് ഒരു അധികാര സ്ഥാനത്തിൽ ഒരു HMലോ അല്ലെ ഒരു പ്രിൻസിപ്പളിലോ ഒതുങ്ങുന്ന ഒരു നേതൃത്വമല്ല സ്കൂളുകൾക്ക് ആവശ്യം. പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പാണ്, അല്ലെങ്കിൽ എന്താണ് പിന്നെ ഷെയർഡ് ലീഡർഷിപ്പാണ് സ്കൂളുകളുടെ പ്രവർത്തനത്തിന് ആവശ്യം. ഡെമോക്രാറ്റിക് ആയിട്ട് അങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാനെന്നുള്ള ഉത്തമ ബോധ്യമാണ് സിമാറ്റിനുള്ളത്. അത് തന്നെയാണ് ആധുനികമായിട്ടുള്ള സ്കൂൾ നേതൃത്വ സങ്കല്പവും തന്നെയാണ്. ആ സങ്കല്പത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് സിമാറ്റിന്റെ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് സീനിയർ അധ്യാപകർക്കോ അല്ലെങ്കിൽ പിന്നെ പ്രഥമാധ്യാപകർക്കോ ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന പരിശീലനമാണ്. എങ്കിലും നിങ്ങളുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട്, അതായത് സീനിയർ അധ്യാപകരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മൊഡ്യൂളുകളും മൊഡ്യൂൾ ട്രാൻസാക്ട് ചെയ്യുന്ന രീതിയിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നു.
അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഈ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ RP-മാരുടെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. RP-മാരുടെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ചില അധ്യാപകർ അതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്തതുപോലെ ക്ലാസ്സുകൾ ഓവർലാപ്പ് ചെയ്യാതെ, അതായത് ഒരു ക്ലാസ്സിൽ പറയുന്ന ഐഡിയ വേറൊരു ക്ലാസ്സിലും പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വരാതെ ഇരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ആ വർക്ക്ഷോപ്പ് വഴി നമ്മൾ ഈ പറയുന്ന ഓറിയൻറ്റേഷൻ നമ്മുടെ RP-മാർക്ക് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് കഴിയുന്നത്ര രീതിയിൽ ഞങ്ങളുടെ ആലോചനയിൽ ഭാവനയിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ ആവിഷ്കരിക്കുകയും അത് രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സീനിയർ ടീച്ചേഴ്സിന് വേണ്ടി റീമോൾഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ തുടർഘട്ടങ്ങളിലുള്ള പരിശീലനം CPFSL-ന്റെ ഒരു ഘട്ടം നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. CPFSL-ന്റെ ഓൺലൈൻ ഘട്ടവും റെസിഡൻഷ്യൽ ഘട്ടവും പൂർത്തിയാക്കി CPFS സർട്ടിഫിക്കറ്റിന് അർഹരായി കഴിഞ്ഞു. നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ഞങ്ങൾ മറ്റേ റെസിഡൻഷ്യൽ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ തന്നെ സീമാറ്റേറിയൻസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സീമാറ്റേറിയൻസിനോട് ഞങ്ങൾക്ക് ചില അഭ്യർത്ഥനകളുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് കിട്ടിയ പരിശീലനം സീമാറ്റ് തന്നെ ഡയറക്റ്റായിട്ട് വന്ന് ബാക്കി അധ്യാപകർക്കൂടെ അല്ല ബാക്കി നിങ്ങളുടെ സഹപ്രവർത്തകർക്കൂടെ പരിശീലനം കൊടുക്കുന്നത് അസാധ്യമായിരിക്കാം. പക്ഷേ നിങ്ങളൊരു മാസ്റ്റർ ട്രെയിനർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പം സീമാറ്റ് നൽകിയ അത്രയും ഒരു വ്യാപകമായ പരിശീലനം അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ പരിശീലനം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സഹ അധ്യാപകർക്കായിട്ട് സ്കൂളിലെ മറ്റ് ജീവനക്കാർക്കായിട്ട് സംഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ചില അവധി ദിവസങ്ങളോ അല്ലെ ചില ഈവനിങ് സെഷൻസോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് 2-3 ദിവസം കൊണ്ട് ഇതിൻ്റെ ഒരു എസെൻസ് അവർക്കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. അതിന് നിങ്ങൾ തയ്യാറാകണമെന്നാണ് മറ്റൊരു അഭ്യർത്ഥന. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇത് നമ്മളെ സ്റ്റാർസ് എന്ന് പറയുന്ന വേൾഡ് ബാങ്ക് അസിസ്റ്റഡ് പ്രോഗ്രാമിലാണ് CPFSL പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. സ്റ്റാർസ് ഫണ്ടിങ് നമുക്ക് കിട്ടുന്നത് സമഗ്ര ശിക്ഷ കേരള വഴിയാണ് സീമാറ്റിൻ്റെ ഫണ്ട് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും 60% സെൻട്രൽ ഷെയറാണ് ഇതിൻ്റെ ഫണ്ട്, 40% സ്റ്റേറ്റിൻ്റെ ഷെയർ. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, സെൻട്രൽ ഗവൺമെൻറ്റും ഈ പ്രോഗ്രാമിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് പങ്കെടുത്ത മുഴുവൻ പേരുടെ ലിസ്റ്റ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, നിങ്ങളുടെ സ്കൂളുകളുടെ UDIS കോഡ് എല്ലാം ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനും ഷെയർ ചെയ്യുന്നുണ്ട്, മിനിസ്ട്രിക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് പേരെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അവരും എടുക്കാൻ തയ്യാറായേക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ സ്റ്റാർസ് എന്നുള്ള പ്രോഗ്രാം കിട്ടിയോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. സ്റ്റാർസിൽ പെടുത്തി നിങ്ങൾക്ക് കിട്ടിയ CPFSL-ആണ്. അപ്പോൾ നിങ്ങളിത് കൺഫ്യൂസ്ഡ് ആവരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശീലനം കിട്ടിയ കാര്യം അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഫീഡ്ബാക്ക് തന്നെ അവർക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാകണമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നിട്ട് വേറൊരു കാര്യം, നമ്മൾ CPFSL-ന്റെ പുതിയ ബാച്ചുകൾക്കുള്ള ഓൺലൈൻ ലിങ്കുകൾ ഉടനെ തന്നെ ഫ്ലോട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വെബ്സൈറ്റിനകത്ത് ഉണ്ടാവും. നിങ്ങളുടെ പല ഗ്രൂപ്പുകൾ വഴി അത് ഷെയർ ചെയ്യപ്പെടും. ആ അവസരത്തിൽ ഈ പരിശീലനം ഇതുവരെ കിട്ടാത്ത നിങ്ങളുടെ സ്കൂൾ ഹെഡ്സ് ആവാം, അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാത്രമല്ല, ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ ഹൈസ്കൂളിലോ LP സ്കൂളിലോ ഒക്കെ ഉള്ള നിങ്ങളുടെ പരിചയക്കാരോട് പറയുക, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആണ്, നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ഫലപ്രദമായ ക്ലാസ്സുകളാണ് എന്നുള്ള കാര്യം, ആ മെസ്സേജസ് സത്യത്തിൽ CPFSL-ന്റെ ഒരു പ്രചാരണ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ബഹുമാന്യരായ കരിയർ മാസ്റ്റർമാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ് മറ്റൊരു ഞങ്ങളുടെ വിനീതമായ ഒരു അഭ്യർത്ഥന. ഏതായാലും നിങ്ങളുടെ സജഷൻസ് എല്ലാം തീർച്ചയായും പരിഗണിച്ചുകൊണ്ട് അടുത്ത ഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു CPFSL-ന്റെ 5ാമത്തെ ഓൺലൈൻ ബാച്ചാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പം ഇനി 6ാമത്തെ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും, നിങ്ങളുടെ വിലപ്പെട്ട ഒപ്പീനിയനും സജഷൻസ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ആ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുക. അപ്പം അത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ഒരു സമീപനമാണ് സീമാറ്റ് എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. സീമാറ്റിൻ്റെ പരിശീലനങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഫലപ്രദമാണ് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഫലപ്രദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പല ഘട്ടങ്ങളിലായി നിങ്ങളും സീമാറ്റിൻ്റെ പരിശീലനങ്ങൾ മുൻഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുള്ളവരും തന്നിട്ടുള്ള ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പരിശീലനങ്ങൾ മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചു വരുന്നത്. അത് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്, പുതിയ സെഷനുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന പല ടിപ്സും നമ്മൾ തരുന്നുണ്ട്. പിന്നെ മുൻപ് നിങ്ങൾ ഓഫ്ലൈൻ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു പരിശീലന പരിപാടിയും ഒരു പരിശീലനാർത്ഥിയുടെ മുഴുവൻ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശീലന പരിപാടിയും സംഘടിപ്പിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ നമുക്ക് ചില സൂചനകൾ, ചില വെളിച്ചം, ചില ഗൈഡൻസ് ഒക്കെ തരാൻ പറ്റും എന്നുള്ളത് മാത്രമാണുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നമ്മൾ ആ ചൈനീസ് പ്രോവർബ് വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ശ്രമിക്കുന്നത് എല്ലാവർക്കും മീൻ പിടിച്ച് തരാനല്ല,
ചിലരെയെങ്കിലും മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ ആ ലക്ഷ്യം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ, മീൻ പിടിക്കാനുള്ള അറിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നെ അത് കുളത്തിലോ കടലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ എവിടെയാണോ അവിടെ നിന്ന് ഇറങ്ങി മീൻ പിടിക്കാനുള്ള ഉത്തരവാദിത്വം, അതിന് വേണ്ട ത്യാഗം സഹിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വന്ന് ഇതിനെ വിജയപ്രദമാക്കുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ CPFSൻ്റെ ഒരു ഫോളോ അപ്പ് പ്രോഗ്രാമും ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. CPFSL പ്ലസ് എന്ന പേരിൽ നടപ്പിലാക്കും. അത് 4 അല്ലെങ്കിൽ 5 ദിവസം ദൈർഘ്യമുള്ള ഓഫ്ലൈൻ പരിശീലനമായിരിക്കും. അത് ഈ CPFSLൻ്റെ ആദ്യഘട്ട പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുകയും അതിൻ്റെ ഇൻപുട്സ് അവരുടെ കരിയറിൽ, അവരുടെ സ്കൂളുകളിൽ ഫലപ്രദമായി പ്രയോഗക്ഷമമാക്കുകയും ചെയ്തിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള ഏതാണ്ട് 4/1 CPFSL ഹോൾഡേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും CPFSL പ്ലസ് കൊടുക്കുക. അതായത് CPFSLന് ആദ്യഘട്ടം കിട്ടിയ മുഴുവൻ അധ്യാപകർക്ക് CPFSL പ്ലസ് കിട്ടില്ല. അതിന് സെലക്റ്റീവായിട്ടുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പേരെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോവുക. അതുപോലെ ഞങ്ങൾ ഇതിൻ്റെ ഈ ഓൺലൈൻ പരിശീലനത്തിന് ഞങ്ങൾ ഉപയോഗിച്ച ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ഇൻട്രാക്റ്റീവ് ട്യൂട്ടറിങ് എന്ന് പറയുന്ന മെത്തഡോളജിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. അത് ഫലപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ട്രെയിനിങ്ങും എല്ലാം നമുക്ക് ഏറ്റവും സജീവമായി വന്നതിൻ്റെ കാരണം COVID-19 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ COVID-19 ശേഷമാണ് CMAT ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഒരു പ്രാമുഖ്യം നൽകി തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, CMATൻ്റെ ഇനി പരിശീലന പരിപാടികൾ എല്ലാം തന്നെ ഇനി ഭാവിയിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഹൈബ്രിഡ് സമ്പ്രദായത്തിലായിരിക്കും നടപ്പിലാക്കുക. ഒരു ഘട്ടം ഓൺലൈനായിട്ടും അതിൻ്റെ അടുത്ത ഘട്ടം ഓഫ്ലൈനായിട്ടും റെസിഡൻഷ്യലായിട്ടും നൽകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2-3 കാരണങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഓൺലൈൻ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ സാമ്പത്തിക ചിലവ് വളരെ കുറവാണ് ഒന്ന്. 2, ഇത് വളരെ ഒരുമിച്ച് ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ 300 പേർക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പം നമുക്കൊരു 300 പേർക്കായിട്ടൊരു ഓഫ്ലൈൻ ക്ലാസ് ഒരു സെഷൻ ഒരു ക്ലാസ് റൂമിൽ നടത്താൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് 300 പേരെ അല്ലെങ്കിൽ 500 പേരെ വരെ അറ്റ് എ ടൈം നമുക്ക് ഇതിനകത്ത് പരിശീലിപ്പിക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ നമുക്ക് കാര്യങ്ങൾ ടൈംലി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പരിശീലനം നമുക്ക് വിചാരിക്കുന്ന സമയത്ത് നടത്താൻ പറ്റും. മറ്റ് പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കുന്നില്ല. അതുപോലെ നമുക്ക് നമ്മുടെ ഒരു ലെഷർ ടൈമിൽ തന്നെ പ്രോബ്ലി ഇപ്പോൾ നമ്മൾ 7:30 തൊട്ട് 9 വരെയാണ് ക്ലാസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ റെഗുലർ സ്കൂൾ വർക്കിനെ ബാധിക്കാത്ത തരത്തിൽ ഓൺലൈൻ പരിശീലനങ്ങൾ നടത്താൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള RPമാരെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ റെസിഡൻഷ്യൽ ഘട്ടം അല്ലെങ്കിൽ ഓഫ്ലൈൻ പരിശീലനം നമ്മൾ ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ BRC തലത്തിലൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ RPമാരുടെ ക്വാളിറ്റിയിൽ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ സംസ്ഥാന തലത്തിൽ ഒരു SRJ ട്രെയിൻ ചെയ്യുന്നു, അവരിൽ നിന്ന് ഒരു DRG ഫോം ചെയ്യുന്നു. ആ DRGയിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നമ്മുടെ BRC തലത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ട്രാൻസ്ലേഷൻ ലോസ് ഉണ്ടാവും, ഒരു ക്വാളിറ്റി റിഡക്ഷൻ ഉണ്ടാവും. അതില്ലാതെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകതകളായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഞാനും സമ്മതിക്കുന്നു, ഒരു റെസിഡൻഷ്യൽ പരിശീലനത്തിന് പകരമാവില്ല ഓൺലൈൻ. പക്ഷേ എങ്കിൽ പോലും അതിന് പല പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. അതുകൊണ്ടാണ് CMAT ഒരു ഹൈബ്രിഡ് സമ്പ്രദായത്തിൽ ഇപ്പോൾ പരിശീലനങ്ങൾ നടത്തി വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ പരിശീലനത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത് ഇത് വളരെ വിജയപ്രദമാക്കി തീർത്ത ഓരോ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കരിയർ മാസ്റ്റർമാർക്കുമുള്ള CMATൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ നിങ്ങളുടെ കോർഡിനേറ്റർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്, അവർ തുടർന്ന് സംസാരിക്കും. നന്ദി. താങ്ക് യു സാർ. അടുത്ത നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് VHSC ഡെപ്യൂട്ടി ഡയറക്ടർ ബഹുമാനപ്പെട്ട ശ്രീ ഉബൈദുള്ള സാറിനെ ക്ഷണിക്കുന്നു. സാർ. ഓക്കെ. ബഹുമാനപ്പെട്ട CMATൻ്റെ അതോറിറ്റീസ് ആയിട്ടുള്ള സുരേഷ് സാർ അടക്കമുള്ള സ്വാഗതം പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അധികാരികൾ, എൻ്റെ പ്രിയപ്പെട്ട കരിയർ മാസ്റ്റേഴ്സ്, നമ്മുടെ അതുപോലെ തന്നെ CGCC സ്റ്റേറ്റ് കോർഡിനേറ്റർ സന്തോഷ് മോശുണ്ട്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ആദ്യത്തെ 4 ദിവസത്തെ ഓഫ്ലൈൻ മീറ്റിങ്ങിന് ശേഷം CPFSLൻ്റെ ഓൺലൈൻ മീറ്റിംഗ് 20 ദിവസം വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഈ നിങ്ങളുടെ റിവ്യൂസിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഇൻപുട്സ് അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേ അത് നമ്മൾ എന്താ വെച്ചാൽ അതിൻ്റെ ലക്ഷ്യം നിറവേറുകയുള്ളൂ എന്നുള്ളത്
അതാണ് അതിൻ്റെ ഒരു പിന്നെ വസ്തുത. അപ്പൊ നമുക്ക് ഇൻപുട്സ് കിട്ടാൻ യാതൊരു പ്രയാസമില്ല, നോളജ് കിട്ടാൻ യാതൊരു പ്രയാസമില്ല. നമുക്ക് എവിടെയാണോ അറിവിൻ്റെ സോഴ്സിന് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മളെ ലക്ഷ്യം നിറവേറുന്നത്. അപ്പോൾ എങ്ങനൊരു നല്ലൊരു അധ്യാപകനാകാം, എങ്ങനൊരു നല്ലൊരു എൻവയറൺമെന്റ് സൃഷ്ടിക്കാം, അക്കാദമികമായിട്ടുള്ള ഒരു എൻവയറൺമെന്റ് എങ്ങനെ ഭംഗിയായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ വിവിധ ഏജൻസീസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് വിദ്യാലയങ്ങളെ മികച്ചതാക്കാം, അങ്ങനെയുള്ള വിവിധ തരം മൊഡ്യൂളുകൾ പരിചയപ്പെടുകയും അത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ്, ലിമിറ്റേഷൻസ് സ്വാഭാവികമാണ്. ആ ലിമിറ്റേഷൻസിന് അപ്പുറം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് പ്രയോജനങ്ങൾ ഈ പിന്നെ ക്ലാസ്സുകളിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം സിമാറ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ക്ലാസ്സസ്, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സിമാറ്റിനോടുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കരിയർ മാസ്റ്റേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ അറിവുകൾ നിങ്ങളുടെ വിദ്യാലയത്തിന് വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുകയും മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ഇത് നിങ്ങളുടെ സ്റ്റാഫ് റൂമിലും പിന്നെ വിദ്യാർത്ഥികളുടെയൊക്കെ ഷെയർ ചെയ്യപ്പെട്ട് നമുക്ക് ഏറ്റവും മികച്ചതാക്കി, ഉള്ളതിൽ നിന്ന് ഏറ്റവും മികച്ചതാക്കിയിട്ട് വിദ്യാലയങ്ങളെ മാറ്റാനുള്ള ഒരു പരിശ്രമം കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സിമാറ്റിൻ്റെ ഡയറക്ടർ അടക്കമുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ. അതുപോലെ അടുത്ത ബഹുമാനപ്പെട്ട സന്തോഷ് സാറിനെ ക്ഷണിക്കുകയാണ്. സന്തോഷ് സാർ. താങ്ക് യു സാർ. നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു മേഡവും ഈ മീറ്റിംഗിൽ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാഡം മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ രണ്ടു വാക്ക് സംസാരിക്കണേ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ബഹുമാന്യനായ സിമാറ്റിന്റെ നിലവിലെ ഡയറക്ടറായിട്ടുള്ള ജയപ്രകാശ് സാർ, എൻ്റെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സുരേഷ് ബാബു സാർ, ആനന്ദ് സാർ, സോണി സാർ, മറ്റ് സിമാറ്റിലെ ബഹുമാനപ്പെട്ട RP-മാർ, കോർഡിനേറ്റർമാർ, കൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ഒബൈദുള്ള സാർ, സിന്ധു മേഡം, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ജില്ലാ കോർഡിനേറ്റർമാർ, നമുക്ക് ഏവർക്കും അറിയാം 21ാമത്തെ ദിവസം വളരെ ശുഭ പര്യവസായിയായിട്ട് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം സമാപിക്കുകയാണ്. ട്രെയിനിങ് പ്രോഗ്രാം സമാപിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ ട്രെയിനിങ് കിട്ടുമ്പോഴും നമുക്ക് ആ ട്രെയിനിങ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, ഇനിയും കുറേ അറിവ് നമുക്ക് എത്രയോ അറിവുകൾ നമുക്ക് കിട്ടാനുണ്ട്. അല്ലെങ്കിൽ ഈ അനുഭവജ്ഞർ പറയുന്നത് കേൾക്കുമ്പോൾ അവരെന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത്, അതൊക്കെ ഒരു വളരെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അതൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരിൽ നിന്ന് കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പൊ അത്തരത്തിൽ ഒരു വലിയ എക്സ്പോഷറാണ് നമുക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് കിട്ടിയത്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഇല്ലെങ്കിലും നമ്മൾ 2021 ഒരു കാലഘട്ടം നമ്മൾ ആലോചിച്ചു പോയി. കോവിഡ് സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുക, നമ്മൾ സ്റ്റാഫ് മീറ്റിങ്ങുകൾ ഓൺലൈനായിട്ട് നടക്കുക, ഏതെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഈ പരീക്ഷ സംബന്ധിച്ച മീറ്റിങ്ങുകളോ ഓൺലൈനായിട്ട് വരിക. അതുപോലെ ആ അവസരം മുതലാണല്ലോ നമ്മൾ ഓൺലൈനിലേക്ക് മാറിയത്. എന്തായാലും അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കുറെ ദിവസങ്ങൾ സമ്മാനിച്ചു, കുറെ സമയം നമ്മൾ ഇതിലേക്ക് ഇരുന്നു. ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് ഞാനതിൽ കുറെ ക്ലാസ്സുകളിലാണ് ഞാൻ പാസ് ചെയ്തത്. ബാക്കിയുള്ളത് ഞാൻ യൂട്യൂബിൽ കേൾക്കുകയാണ് ചെയ്തത്, അതിൽ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്ത് ശ്രദ്ധിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും അതൊന്നും ഒരു നഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാം വളരെ ഒന്നിനൊന്ന് മികവുറ്റത് തന്നെയായിരുന്നു. എല്ലാ ക്ലാസ്സുകളും അവരുടെയൊക്കെ അറിവിൽ നിന്ന്, അല്ലെങ്കിൽ അവർ ഒരുപാട് നമ്മുടെ ഒക്കെ സർവീസിൽ വരുന്നതിന് മുന്നേ എത്തുകയും ഒരുപാട് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുകയും ചെയ്ത അവരുടെ അനുഭവജ്ഞാനമാണ് നമുക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ വളരെ ഇതായിട്ട് പറഞ്ഞാൽ, ഞാനൊക്കെ സർവീസിൽ കയറി കുറച്ചാവുന്ന സമയത്ത് BVRC-ന്ന് വന്നിട്ട് നമ്മളെടുത്ത് ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുമ്പോൾ അറിയില്ല അതെങ്ങനെ ചെയ്യണമെന്ന്, വളരെ ഫ്രാങ്ക് ആയിട്ട് അറിയില്ല. അപ്പൊ ആരോ അവിടെ ഹയർ സെക്കൻഡറിയിലോ സ്കൂളിലോ സ്കൂളിൽ ചെയ്ത ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എടുത്തിട്ട് അത് നോക്കി പകർത്തുകയാണ് ചെയ്തത്. പിന്നെ എപ്പോഴൊക്കെയോ കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ട്രെയിനിങ്ങുകളിലൂടെയൊക്കെയാണ് അതിന്റെ കുറെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷേ
നമുക്കിപ്പോൾ കിട്ടിയ ട്രെയിനിങ്ങിൽ വളരെ വിശദമായിട്ട് അല്ലെങ്കിൽ വളരെ അതെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ CPFSന്റെ ഭാഗമായി നടന്ന ഈ ഓൺലൈൻ ട്രെയിനിങ്ങിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആവും. കാരണം ഭാവിയിൽ നമ്മുടെ സ്കൂളിൽ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവിടുത്തെ ആ സ്കൂളിലെ കരിയർ മാസ്റ്ററിന് അതിന് വേണ്ട ഗൈഡ് ലൈൻസ് മറ്റുള്ള അധ്യാപകർക്ക് കൊടുക്കാനും ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ അവിടുത്തെ നെസസിറ്റികൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്കൂളിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും അവിടുത്തെ റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ നമ്മുടെ അധ്യാപകർക്ക് അല്ലെങ്കിൽ നമ്മുടെ കരിയർ മാസ്റ്റർമാർ പ്രാപ്തരാക്കപ്പെടുന്നു എന്നുള്ളത് സിമാറ്റിന്റെ ഒരു വലിയ ഇടപെടൽ മൂലമാണ്. ഇത്തരത്തിൽ അങ്ങനെ ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ഇതുണ്ടാക്കണം, മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാം വരുന്നു, നമ്മൾ പുറകോട്ട് നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് നമ്മളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പ്രോഗ്രാം നടത്തി തന്നത് എന്തായാലും വൊക്കേഷണൽ സെക്കൻഡറി അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു കുടുംബമായ സിമാറ്റ് കേരളയുടെ ഇടപെടൽ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് ഞാൻ അവരോടുള്ള കൃതജ്ഞത എൻ്റെ വകുപ്പിന്റെ പേരിൽ, വൊക്കേഷണൽ സെക്കൻഡറി വിഭാഗത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. കൂടാതെ ഈ പ്രോഗ്രാം ഇത്രയും ഒരു വൈകുന്നേരത്തെ സമയമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മേഖലയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ വനിതാ വിഭാഗം ജീവനക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർമാരാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ഉള്ളത്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളത് കൂടുതൽ വിഭാഗം. അപ്പോൾ അവരുടെ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയം, വീട്ടുകാരുമായിട്ടിരിക്കേണ്ട സമയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്ട്രെയിൻ എടുത്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് 2 മണിക്കൂറോളം ഉണ്ട്. മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് കേൾക്കാൻ പറ്റുന്നതല്ല. കാരണം ഇടയ്ക്ക് വിളിക്കും, നമ്മുടെ പേര് വിളിച്ച് തന്നെ നമ്മളോട് ഫീഡ്ബാക്ക് പറയില്ല, ചോദ്യം ചോദിക്കും, പിന്നെ ചില ഫോമുകൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. ഇതൊക്കെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ ആരും അലസരായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പങ്കെടുത്തവർ 220 പേരോ 220 പേരാണെങ്കിൽ അവർ പങ്കെടുത്തത് തന്നെയാണ്, അവർ പൂർണ്ണ ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുത്തത്. തീർച്ചയായിട്ടും അതിനുള്ള എൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പേരിലുള്ള നന്ദി, കൃതജ്ഞതയും അവരോടുള്ള അഭിനന്ദനവും ഞാൻ നമ്മുടെ വനിതാ ജീവനക്കാരോടൊപ്പം നമ്മുടെ ഈ സാറന്മാർക്കും എല്ലാം അറിയിക്കുകയാണ്. ഒരു വലിയൊരു പ്രത്യേകത ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിൽ ബോറടിക്കും, ചിലപ്പോൾ കുറച്ച് ഇത് വരും. പക്ഷെ ഈ ക്ലാസ് സജീവമാക്കുന്ന ചില ആൾക്കാരുണ്ട്, നമ്മുടെ ബിജു സാറിനെ പോലെ, അരുൺ സാറിനെ പോലെ, നമ്മുടെ ചില ടീച്ചേഴ്സിനെ പോലെ, അവരെല്ലാം ഇതിനെ ഒന്ന് ലൈവ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും വില കുറച്ച് കണ്ടുകൂടാ. കാരണം ഇതിനെ ഒരു ലൈവ് പ്രോഗ്രാം ആക്കി മാറ്റാൻ ആയിട്ട്, അല്ലെങ്കിൽ ഇതിലൊരു സജീവമായി ഈ പ്രോഗ്രാം ഒരു മൂടിക്കെട്ടിയ അല്ലെങ്കിൽ ഒരു വൺ സൈഡ് ആക്കി, അല്ലെ അതിനിടയിൽ വരുന്ന ഇന്ററാക്ഷൻസ് വളരെ രസകരമായിട്ടാണ്, കൗതുകരമായിട്ടാണ് അറിയിക്കുന്നത്. നമ്മൾ ഇപ്പൊ കാസർഗോഡ് എന്നുള്ള ടീച്ചർ പറയുമ്പോൾ ശരിക്കും നമ്മൾ കാസർഗോഡ് എത്തിയത് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാസർഗോഡ് ജില്ലയിലെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നടന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നും ആ സ്കൂളിന്റെ ഒരു അന്തരീക്ഷം, എനിക്ക് ഒരു പ്രാവശ്യം അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ, അല്ലെ ആ സ്കൂളിൽ ഇങ്ങനെ നമ്മൾ ശരിക്കും അത് വിഷൻ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലൂടെ, പല ഗ്രാമങ്ങളിലൂടെ, പല സ്കൂളുകളിലൂടെ സഞ്ചരിച്ച ഒരു അനുഭവമാണ് ശരിക്കും ചില സെക്ഷനുകളിലെങ്കിലും എനിക്ക് കയറിയപ്പോൾ തോന്നിയത്. കാരണം ഓരോ സ്ഥലത്തും ഉണ്ടായ ചില പ്രാദേശിക പ്രത്യേകതകളുണ്ട്, അതനുസരിച്ചാണ് അവിടുത്തെ ആ ക്ലാസ് റൂമിൽ ആ ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തിരുവനന്തപുരത്ത് ഒരു സ്കൂളിലുള്ള അവസ്ഥയും കാസർഗോഡല്ലേ കണ്ണൂരല്ലേ മലപ്പുറത്ത് ചെയ്ത പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ സ്ഥലത്ത് നമ്മൾ എത്തപ്പെട്ടതുപോലെയും ആ സ്കൂളിലെ ചുറ്റുപാടും ആ ക്ലാസ് മുറികളും അവിടെ നടന്ന ആക്ടിവിറ്റി നമ്മൾ മനസ്സിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സ്കൂളുകളിലൂടെയും നടത്തിയ ഒരു പര്യടനം പോലെ ചില പ്രോഗ്രാമുകൾ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയാവും. അപ്പോൾ ഒരു കേരളത്തിൽ നമ്മുടെ 14 ജില്ലയിൽ അല്ലെങ്കിൽ ഇത്രയും സ്കൂളുകളെയും ഇത്രയും വൊക്കേഷണൽ സെക്കൻഡറി ഒരു ചരടിൽ കോർത്തതുപോലെ ഒരു ഗ്രൂപ്പാക്കി വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ട് നമ്മുടെ കരിയർ ഗൈഡൻസിന്റെ പ്ലാൻ ഫണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ജൂൺ ജൂലൈ മാസത്തിൽ എന്ത് പ്രോഗ്രാം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ ചാർട്ടുകളൊന്നും വന്നിട്ടില്ല, അംഗീകരിച്ച് ഒരു ലെവൽ അംഗീകാരം കഴിഞ്ഞെങ്കിലും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പ്രോഗ്രാം നടത്താം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ ഈ കഴിഞ്ഞ വർഷം നടന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ പ്രോഗ്രാം പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ ഉബൈദുള്ള സാറും സിന്ധു മാഡമായിട്ട് സംസാരിച്ചു, DGയുടെ അടുത്ത് സംസാരിച്ചു. അപ്പൊ DG ഇത് നമ്മുടെ ക്ലാസ് ടൈമിനെയൊന്നും വലിയ ബാധിക്കാത്തത് കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഉറപ്പ് കിട്ടുകയും സിമാറ്റുമായി സഹകരിച്ച് നമുക്കപ്പോൾ ജൂൺ ജൂലൈ മാസം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. മാത്രമല്ല ഈ സമയത്ത് കിട്ടുന്നതുകൊണ്ടുള്ള ഏറ്റവും ഉപയോഗം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇനി തുടർന്ന് വരുന്ന ആഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ആ സമയത്ത് നമുക്ക് സ്കൂളുകളിൽ ഇത് നന്നായിട്ട് പ്രയോഗിക്കാൻ പറ്റും, ക്ലാസ് റൂമുകളിൽ പ്രയോഗിക്കാൻ പറ്റും, സ്റ്റാഫ് റൂമിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും.
അവിടെ എന്ത് ആക്ടിവിറ്റിയിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ മറന്നുപോകും. അവിടെ പുതിയ കുട്ടികൾ വന്നു, നമ്മൾ പുതിയൊരു ലെവലിലേക്ക് അങ്ങ് മാറി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഇയർ കുട്ടികൾ വന്നവർ കയ്യിലുണ്ട്, നമ്മുടെ സെക്കൻഡ് ഇയർ കുട്ടികൾ ആൾറെഡി ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. മാത്രമല്ല കുറേ പ്രവർത്തനങ്ങൾ നമുക്ക് ഇനി കുറച്ച് മാസങ്ങളായിട്ട് സ്കൂളിൽ വരികയാണ്. എന്തെല്ലാം ആക്ടിവിറ്റീസ് വരുന്നോ അതിലെല്ലാം നമുക്ക് ഈ ഇവിടുന്ന് കിട്ടിയ ക്ലാസിന്റെ പ്രയോജനം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു ക്ലാസ് ഒരുക്കി തന്ന സിമാറ്റിനോടുള്ള കൃതജ്ഞത എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പില് ഒരു വലിയൊരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പായിട്ട് VHC എനിക്ക് തോന്നുന്നു. കാരണം സിമാറ്റ് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച്, കാരണം നമ്മുടെ വിഭാഗത്തിന്റെ പ്രത്യേകത അറിയാം, ഒരു നോൺ വൊക്കേഷണൽ, അതായത് ഹയർ സെക്കൻഡറിക്ക് തുല്യമായ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുന്ന നോൺ വൊക്കേഷണൽ വിഭാഗ അധ്യാപകരുണ്ട്. നമ്മുടെ വൊക്കേഷണൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന വൊക്കേഷണൽ വിഭാഗ അധ്യാപകരുണ്ട്, ഇൻസ്ട്രക്ടർമാരുണ്ട്. അവർക്കൊക്കെ കണക്കാക്കിയ നമ്മളപ്പോൾ അവർ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കും നമ്മുടെ വിഭാഗത്തിലെ അധ്യാപകർ ആരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ. അപ്പൊ ഞാൻ അതിൽ റിയാസ് സാർ ആയാലും പറയും, നമ്മുടെ വിഭാഗത്തിൽ ഇങ്ങനെ 3 കാറ്റഗറിയിൽ അധ്യാപകരുണ്ട്, അവരെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മൊഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് കറക്റ്റായ RPമാരെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷവും വളരെ ഒരു അനുഗ്രഹവുമാണ്. അപ്പോൾ എന്തായാലും സിമാറ്റ് കേരളയോടും അതിന്റെ ഇതിൽ പ്രവർത്തിച്ച ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത അതിന്റെ ചീഫ് കോർഡിനേറ്റർമാര്, ഇപ്പോൾ സോണി സാർ ഉൾപ്പെടെയുള്ളവർ ഇത് മോഡറേറ്റ് ചെയ്തു, അവരോടൊക്കെ ഉള്ള ഒരു കൃതജ്ഞത എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന്റെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകർക്കുള്ള കൃതജ്ഞതയും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ. സിന്ധു മാഡം ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ സിന്ധു മാഡം ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ മാഡം എറണാകുളത്ത് പോയിട്ട് എത്തും എന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് നോക്കാം. സിന്ധു മാഡം ജോയിൻ ചെയ്തിട്ടുണ്ടോ? മാഡം സിന്ധു മാഡം ജോയിൻ ചെയ്തിട്ടുണ്ടോ? സന്തോഷ് സാർ ഇല്ല സാർ, ഞാൻ മെസ്സേജ് ഇട്ടിട്ട് നോക്കിയിട്ടില്ല. മാഡം അപ്പൊ ട്രെയിനിലാവും, അപ്പൊ കുഴപ്പമില്ല. നമുക്കിത് ഓക്കെ. താങ്ക് യു ഫോർ ആൾ. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം എന്ന് തോന്നുന്നു. നമുക്ക് CPFSലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദമായ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സുരേഷ് സാറും നിങ്ങൾ ഓർമ്മിപ്പിച്ചു. ഈ 21 ദിവസത്തെ ഈ പ്രോഗ്രാമിലും വളരെ സജീവമായി എല്ലാ ചർച്ചകളിലും പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. 1-2 കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന്, നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഏകദേശം 300ഓളം പേർ ഈ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. ആരെങ്കിലും അത് എല്ലാവരും ആ വീഡിയോ യൂട്യൂബ് ചാനൽ കാണാൻ, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ആളുകൾക്കും സിമാറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ചില വീഡിയോകൾ അത് നമ്മളതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രെയിനിങ്ങിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അത് കാണാം. അതുപോലെ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അത് അതിൻ്റെ ഒരു പരസ്യമായിട്ട് പറയുന്നതല്ല, എന്നാലും സിമാറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് ചാനലും. സോ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ അധ്യാപകരെ കൊണ്ടും, അതുപോലെ തന്നെ PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, അവർക്ക് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ, പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഡോക്ടറിന്റെ വീഡിയോ നമ്മളതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാണ്. അപ്പോൾ എല്ലാവരും കൊണ്ടും അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക പരമാവധി. അതിലെല്ലാം എല്ലാ സോഴ്സും നിങ്ങളുടെ കരിയറിനായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. 2, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾക്ക് ഔദ്യോഗികമായ എന്തെങ്കിലും സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുള്ള ഒരു വേദിയാക്കി നിങ്ങൾക്ക് അത് ഉപയോഗിക്കും. കാരണം കേരളത്തിലെ മുഴുവൻ കരിയർ മാസ്റ്റർമാർ ഉൾപ്പെടുന്ന ബാച്ചുകളാണത്. അതുകൊണ്ട് അതിനെ ആ വിധത്തിൽ ഉപയുക്തമാക്കാൻ ശ്രമിക്കുക. മറ്റ് ഫോർവേഡ് മെസ്സേജുകളൊന്നും തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അയക്കരുത്. കാരണം ഡയറക്ടർ ഉൾപ്പെടെ ഉള്ള ഒരു ഗ്രൂപ്പാണത്. അതുകൊണ്ട് അത്തരത്തിലുള്ള മെസ്സേജുകളൊന്നും അതിൽ അയക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിന്റെ CPFSൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള CPFSലിന്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ്, പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഔദ്യോഗിക മേൽവിലാസത്തിൽ, നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഔദ്യോഗിക മേൽവിലാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. ഈ പ്രോഗ്രാമിൽ ഞാൻ എല്ലാ ദിവസവും കൃത്യം 7 മണിക്ക് ലിങ്ക് ഓപ്പൺ ചെയ്യും. ആ സമയത്ത് എത്തിച്ചേർന്ന ആഷി ടീച്ചർ, അതുപോലെ തന്നെ ഗോപിനാഥ് സാർ, ഷൈൻ ടീച്ചർ, ഇവരൊക്കെ ഓർമ്മിക്കാൻ 1-2 പേർ ആദ്യം തന്നെ 7 o'clock തന്നെ ജോയിൻ ചെയ്യും. അത് മുതൽ ഏറ്റവും അവസാനം ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ വരെ എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ വളരെ സജീവമായി പങ്കെടുത്ത് സിമാറ്റ് കേരളയുടെ ഈ
സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫങ്ഷണൽ സ്കൂൾ ലീഡർഷിപ്പ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ VHSC കരിയർ മാസ്റ്റർമാർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഈ CPFSL ആദ്യം മുതൽ അവസാനം വരെ വളരെ മികച്ച രീതിയിൽ പങ്കെടുക്കുകയും മികച്ച അഭിപ്രായ പ്രകടനം നടത്തി. നിങ്ങളുടെ നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിൽ വിശ്വംഭരൻ സാറ് നിങ്ങളെ പഠിപ്പിച്ച ഒരു മോട്ടോ ഞാൻ ഓർക്കുകയാണ്. അതാണ് കുട്ടികളോട് നമ്മൾ പറയേണ്ടത്. കുട്ടികളില്ല എങ്കിൽ നമ്മളില്ല എന്നുള്ളതുപോലെ ശരിക്കും നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പരാജയം തന്നെ ആയിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് 21 ദിവസവും തുടർച്ചയായി ഈ പ്രോഗ്രാമിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാളെ ആരും ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കരുത്, നാളെ പ്രോഗ്രാം ഇല്ല. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമുക്ക് മെസ്സേജ് സാർ. ഇന്ന് ഇതുവരെ 21 ദിവസം കഴിഞ്ഞിട്ട് 22ാമത്തെ ദിവസം വീണ്ടും ഇന്ന് ലിങ്ക് ഓപ്പൺ ആവുന്നില്ലല്ലോ സാർ, ഞാൻ നോക്കിയിട്ടെന്നൊക്കെ എന്നെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നോക്കും. എല്ലാവർക്കും വെരി മച്ച്. Thank you, sir. Good night. Okay, sir. Good night. Good night. Thank you, sir. Good night.